ധന്യതിരുനാമത്തിന് സ്തോത്രം ചെയ്യുന്നു. എല്ലാ വിശുദ്ധന്മാർക്കും എൻ്റെ സ്നേഹ വന്ദനങ്ങളെ അറിയിക്കുകയാണ്. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ഉയർപ്പും സ്വർഗാരോഹണവും എന്ന വിഷയം അതിൽ ഉയർത്തെഴുന്നേൽപ്പിന്റെയും പ്രത്യക്ഷതയുടെയും ക്രമീകൃതമായ വിവരണമായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. ഞാൻ ആ സ്ലൈഡ് കാണിച്ചതിൽ അവസാനത്തെ 2 പ്രത്യക്ഷതകളെ സംബന്ധിച്ച് ഞാൻ പ്രതിപാദിച്ച് അത് കാണിച്ചില്ലായിരുന്നു. അതെന്നാൽ നിങ്ങൾക്ക് കിട്ടിയ PDF അത് ഞാൻ കാണിച്ചിട്ടുണ്ട്. ലൂക്കോസ് 24:44 മുതൽ 51 വരെയുള്ള വാക്യങ്ങളിലും അപ്പോസ്തലപ്രവൃത്തി 1:3 മുതൽ 8 വരെയുള്ള വാക്യങ്ങളിലും ഉയർത്തെഴുന്നേറ്റ് 40 ദിവസം കഴിഞ്ഞ് ഒലിവുമലയിൽ വെച്ച് യേശു തന്റെ ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനായി അവരെ അനുഗ്രഹിച്ച ശേഷം യേശു സ്വർഗാരോഹണം ചെയ്തു. അപ്പോൾ ആ പ്രത്യക്ഷതയെ പറ്റി ഇന്നലത്തെ സ്ലൈഡിൽ ഇല്ലായിരുന്നു. നിങ്ങൾക്ക് ആ PDF അത് ലഭിക്കും. കൂടാതെ അപ്പോസ്തലപ്രവൃത്തി 9-ലും 22-ലും 26-ലും 1 കൊരിന്ത്യർ 9-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിലും 15-ന്റെ 8-ാം വാക്യത്തിലും ഗലാത്യർക്ക് എഴുതിയ ലേഖനം 1-12 മുതൽ 16 വരെയുള്ള വാക്യങ്ങളിലും ദമസ്കോസിൽ വെച്ച് ശൗൽ എന്ന് എബ്രായ നാമമുള്ള പൗലോസ് എന്ന് ഔദ്യോഗിക നാമത്തിൽ അറിയപ്പെട്ടിരുന്ന അപ്പോസ്തലന് അല്ലെങ്കിൽ പൗലോസ് എന്ന പേരുള്ള ശൗലിന് കർത്താവിന്റെ പ്രത്യക്ഷത ഉണ്ടായത് സംബന്ധിച്ച് അതും ആ PDF മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇന്ന് നമ്മൾ ഉയർത്തെഴുന്നേറ്റ യേശു ദ റിസൺ ജീസസ് ആ വിഷയമാണ് ആദ്യമായിട്ട് പഠിക്കുവാൻ പോകുന്നത്. 1 കൊരിന്ത്യർ 15-20 മുതൽ 23 വരെയുള്ള വാക്യങ്ങളിൽ 1 Corinthians 15:20-23 എന്നാൽ ക്രിസ്തു നിദ്ര കൊണ്ടവരിൽ ആദ്യഫലമായി മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തിരിക്കുന്നു. മനുഷ്യൻ മൂലം മരണമുണ്ടാകിയാൽ മരിച്ചവരുടെ പുനരുദ്ധാനവും മനുഷ്യൻ മൂലമുണ്ടായി. ആദാമിൽ എല്ലാവരും മരിക്കുന്നത് പോലെ ക്രിസ്തുവിൽ എല്ലാവരും ജീവിക്കപ്പെടും. ഓരോരുത്തരും താന്റെ നിരയിലത്രേ. ആദ്യഫലം ക്രിസ്തു, പിന്നെ ക്രിസ്തുവിനുള്ളവർ അവന്റെ വരവെങ്കിൽ. ഇങ്ങനെ പൗലോസ് എഴുതിയിട്ടുണ്ട്. മനുഷ്യൻ മൂലം മരണമുണ്ടാകിയാൽ, അതായത് ആദ്യ മനുഷ്യനായ ആദാമിന്റെ ലംഘനത്താൽ മരണം ലോകത്തിൽ വന്നു. ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ വന്നു. മരിച്ചവരുടെ പുനരുദ്ധാനവും മനുഷ്യന്റെ മൂലമുണ്ടായി. ക്രിസ്തു എന്ന പാപമില്ലാത്ത പരിശുദ്ധനായ മനുഷ്യന്റെ മരണത്താൽ മനുഷ്യവർഗത്തിന് പ്രായശ്ചിത്തവും ദൈവകോപം ശമിപ്പിച്ചുകൊണ്ട് ദൈവത്തോട് നിരപ്പും സംഭവിച്ചതുകൊണ്ട് മരിച്ചവരുടെ പുനരുദ്ധാനവും യേശു ക്രിസ്തു എന്ന മനുഷ്യൻ മൂലമുണ്ടായി. ആദാമിൽ എല്ലാവരും മരിക്കുന്നത് പോലെ ക്രിസ്തുവിൽ എല്ലാവരും ജീവിക്കപ്പെടും. ഓരോരുത്തരും താന്റെ നിരയിൽ അത്രേ. ആദ്യ ഫലം ക്രിസ്തു, പിന്നെ ക്രിസ്തുവിനുള്ളവർ അവന്റെ വരവെങ്കിൽ. ഇവിടെ ആദ്യത്തെ ആ സെന്റൻസ് ശ്രദ്ധിക്കുക. ക്രിസ്തു നിദ്ര കൊണ്ടവരിൽ ആദ്യ ഫലമായി മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തിയിരിക്കുന്നു. യേശുക്രിസ്തുവിന് മുൻപ് ആരെങ്കിലും മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റിട്ടുണ്ടോ? ഇല്ല. ലാസറിനെ ഉയർപ്പിച്ചില്ലേ സർ? ഉയർപ്പിച്ചു. ഉയർപ്പിച്ചു. ഓക്കെ. അത് ഒരാൾ സജഷൻ പറയുമ്പോ മറ്റൊരാൾ ഇന്ററപ്റ്റ് ചെയ്യണ്ട. പറഞ്ഞോളൂ. ലാസറിനെ ഉയർപ്പിച്ചു. പിന്നെ മറ്റാരെങ്കിലും? ലാസറോസിന്റെ മകളെ. ആരുടെ? തബീത. അല്ല, ആരുടെ മകളെന്നാ പറഞ്ഞേ? ലാസറോസ്.
പള്ളിപ്രമാണിയായ യായിറോസിന്റെ മകളെ, നയനിലെ വിധവയുടെ മകനെ, ഇവരെ 3 പേരെ കർത്താവായ യേശു ക്രിസ്തു ഉയർപ്പിച്ചിട്ടുണ്ട്. മറ്റാരെങ്കിലും ബൈബിളില് ഉയർപ്പിച്ചതായിട്ട് കാണുന്നുണ്ടോ? വിധവയുടെ മകൻ 3 പ്രാവശ്യം ഏലിയാവ് ഉയർപ്പിച്ചതായിട്ട് നമ്മൾ വായിക്കുന്നുണ്ട്. എലീശ ഉയർപ്പിച്ചതായിട്ട് വായിക്കുന്നുണ്ട്. 1 കൊരിന്ത്യർ 17-ാം അധ്യായത്തിൽ 17 മുതൽ 24 വരെയുള്ള വാക്യങ്ങളിൽ ഏലിയാവ് ഉയർപ്പിച്ചതും 2 കൊരിന്ത്യർ 4-ന്റെ 18 മുതൽ 37 വരെയുള്ള വാക്യങ്ങളിൽ എലീശ ഉയർപ്പിച്ചതും ഒക്കെ പഴയ നിയമത്തിൽ കാണുന്നുണ്ട്. ഇതൊന്നും വേണ്ട. എലീശ മരിച്ച ശേഷം പിറ്റേ ആണ്ടിൽ, 1 ആണ്ട് കഴിഞ്ഞപ്പോൾ, ചിലരൊരു മനുഷ്യനെ എലീശയുടെ കല്ലറയിലിട്ടു. അവൻ അതിൽ വീണ് എലീശയുടെ അസ്ഥികളെ തൊട്ടപ്പോൾ ജീവിച്ച് കാലൂന്നി എഴുന്നേറ്റു വന്ന് 2 കൊരിന്ത്യർ 2 രാജാക്കന്മാർ 13-ന്റെ മുമ്പ് ഞാൻ പറഞ്ഞ രാജാക്കന്മാർ എന്നല്ലേ പറഞ്ഞ എലിയാവിന്റെ എലീശയുടെ കൊരിന്ത്യർ എന്നാണ്. കടന്നത് കൊണ്ട് കൊരിന്ത്യർ എന്ന് പറഞ്ഞാൽ നിങ്ങൾ കറക്റ്റ് ചെയ്യണം കേട്ടോ. അറിയാവുന്നവർ അതൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ, ഞാനും ഒരു മനുഷ്യനാണ്, അറിയാവുന്നവർ അത് പെട്ടെന്ന് ശ്രദ്ധപ്പെടുത്തിയില്ലെങ്കിൽ അറിയാൻ വയ്യാത്ത പലരും തെറ്റിപ്പോവും. എലീശ ഉയർപ്പിച്ച ചരിത്രം 1 രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 17-ാം അധ്യായത്തിലും, എലീശ ഉയർപ്പിച്ച രാജാക്കന്മാരുടെ 2-ാം പുസ്തകം 4-ാം അധ്യായത്തിലും, വീണ്ടും എലീശയുടെ അസ്ഥിയേൽ തൊട്ടവൻ എഴുന്നേറ്റത് 2 രാജാക്കന്മാർ 13-ാം അധ്യായത്തിലും രേഖപ്പെടുത്തിയിട്ടുണ്ട്. തൊട്ടവൻ അസ്ഥിയുടെ ശക്തി കൊണ്ടൊന്നും ഉയർത്തതല്ല. അത് പിന്നീട് ഒരു അവസരത്തിൽ ഞാൻ നിങ്ങൾക്കത് വിവരിച്ചു തരാം. അത് ദൈവം, ഇസ്രായേലിന്റെ ദൈവം ജീവിക്കുന്നുവെന്ന് കാണിക്കുവാൻ, ശത്രുവിനെ കാണിക്കുവാൻ ദൈവം പ്രവർത്തിച്ചതാണ്. ഓക്കെ. ഇങ്ങനെ പഴയ നിയമത്തിൽ യേശു ക്രിസ്തു ഈ ഭൂമിയിലേക്ക് വരുന്നതിന് മുൻപ് തന്നെ ചിലരെ ഉയർപ്പിച്ചതായിട്ട്, പ്രവാചകന്മാർ ഉയർപ്പിച്ചതായിട്ട് കാണുന്നു. കർത്താവായ യേശു ക്രിസ്തു 3 പേരെ ഉയർപ്പിച്ചത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. മരിച്ച് നാറ്റം വെച്ച ബേഥാനിയയിലെ ലാസറിനെ. ഇത് കൂടാതെ അപ്പോസ്തലന്മാർ ചിലരെ ഉയർപ്പിച്ചിട്ടുണ്ട്. ആരോ ഇവിടെ പറഞ്ഞല്ലോ, പത്രോസ് തബീതയെ ഉയർപ്പിച്ചു. യൂത്തിക്കോസിനെ പൗലോസ് ഉയർപ്പിച്ചു. പക്ഷെ അപ്പൊ പിന്നെ ഇവിടെ എന്താണ് പറയുന്നത്? ക്രിസ്തു നിദ്ര കൊണ്ടവരിൽ നിന്നും ആദ്യ ഫലമായി മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തിരിക്കുന്നു. ഈ പറഞ്ഞവരെല്ലാം പിന്നീട് ജീവിച്ചു മരിച്ചു. അതായത് അതന്നെയാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. പ്രവാചകന്മാർ ഉയർപ്പിച്ചവരാരും ഇന്ന് ജീവിച്ചിരിപ്പില്ല. അപ്പോസ്തലന്മാർ ഉയർപ്പിച്ചവരെല്ലാം മരിച്ചുപോയി. എന്തിന്? നമ്മുടെ കർത്താവ് സാക്ഷാൽ ദൈവപുത്രനായ യേശു ക്രിസ്തു ഉയർപ്പിച്ചവരും മരിച്ചുപോയി. കാരണം അവരെല്ലാവരും മരണത്തിൽ നിന്ന് മടങ്ങി വന്നതുപോലെയല്ല ക്രിസ്തു ഉയർത്തത്. അവർ ബലഹീനവും മർത്യവുമായ ശരീരത്തിൽ ഉയർത്തെഴുന്നേറ്റു. അവര് ബലഹീനമായ നമ്മുടെ ഇതേ ശരീരത്തിൽ, മർത്യ ശരീരത്തിലാണ് അവർ ഉയർത്തെഴുന്നേറ്റത്. അവരുടെ ശരീരത്തിന്റെ ബലഹീനതകൾ ഏറി വന്നപ്പോൾ അവർക്ക് വാർദ്ധക്യമുണ്ടായി, രോഗമുണ്ടായി. അവരുടെ മർത്യ ശരീരത്തെ വാർദ്ധക്യവും രോഗവും ബാധിച്ചപ്പോൾ അവർ വീണ്ടും മരിച്ചുപോയി. എന്നാൽ വാർദ്ധക്യവും ജരാനരകളും ബാധിക്കാത്ത അമർത്യമായ ഇമ്മോർട്ടൽ, അമർത്യം എന്ന് പറഞ്ഞ ഇമ്മോർട്ടൽ, മരണമില്ലാത്ത ശരീരത്തോടെ, ദ്രവത്വമില്ലാത്ത ഇംപെരിഷബിൾ നാശമില്ലാത്ത അക്ഷയമായ ശരീരത്തോടെ, ഇനി മരണം സംഭവിക്കുവാൻ സാധിക്കാത്ത ജീവനുള്ള ശരീരത്തോടെ യേശു ക്രിസ്തു ഒരുവൻ മാത്രമേ ഉയർത്തെഴുന്നേറ്റിട്ടുള്ളൂ. ഞാൻ പറഞ്ഞത് നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുമെന്ന് കരുതുന്നു. ജരാനരകൾ ബാധിക്കാത്ത, രോഗങ്ങളോ ബലഹീനതകളോ ഒന്നും ഉണ്ടാകാത്ത ഇമ്മോർട്ടൽ, മരണമില്ലാത്ത അമർത്യമായ ശരീരത്തോടെ, നാശമില്ലാത്ത അക്ഷയമായ ഇംപെരിഷബിളായ ശരീരത്തോടെ, തേജസ്സുള്ള ശരീരത്തോടെ, നിദ്ര കൊണ്ടവരിൽ ആദ്യഫലമായി മരിച്ചവരുടെ ഇടയിൽ നിന്നും ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. ക്രിസ്തു ഉയർത്തെഴുന്നേറ്റത് ക്രിസ്തുവിനുള്ളവർക്ക്, ക്രിസ്തുവിന്റെ വരവെങ്കിൽ ലഭിക്കുവാൻ പോകുന്ന ശരീരം എപ്രകാരമോ അതുപോലെയുള്ള ഒരു ശരീരത്തിലാകുന്നു.
ക്രിസ്തുവിന്റെ ശരീരത്തിൽ ലഭിക്കുവാനുള്ള ശരീരം എപ്രകാരമോ അതുപോലെയുള്ള ഒരു ശരീരം. ഞാൻ ആ റെഫറൻസ് മാത്രം അവിടെ കൊടുത്തു. 1 കൊരിന്ത്യർ 15:35 മുതൽ 55 വരെ. നമ്മള് സാധാരണ ശവസംസ്കാര ശുശ്രൂഷകൾക്കൊക്കെ വായിക്കുന്ന പ്രത്യാശാവചനമാണത്. 35 മുതൽ 55 വരെയുള്ള ഭാഗം. പക്ഷെ ഒരുവൻ മരിച്ചവർ എങ്ങനെ ഉയർക്കും എന്നും ഏത് വിധം ശരീരത്തോടെ വരുന്നുവെന്നും ചോദിക്കും. മൂടാ, നീ വിതയ്ക്കുന്നത് ചത്തില്ല എങ്കിൽ ജീവിക്കുന്നില്ല. നീ വിതയ്ക്കുന്നതോ ഉണ്ടാകുവാനുള്ള ശരീരമല്ല, ഗോതമ്പിന്റെയോ മറ്റു വല്ലതിന്റെയോ വെറും മണിയത്ര വിതയ്ക്കുന്നത്. ദൈവമോ തന്റെ ഇഷ്ടം പോലെ അതിനൊരു ശരീരവും ഓരോ വിത്തിനെ അതതിന്റെ ശരീരവും കൊടുക്കുന്നു. സകല മാംസവും ഒരുപോലെയുള്ള മാംസമല്ല. മനുഷ്യരുടെ മാംസം വേറെ, കന്നുകാലികളുടെ മാംസം വേറെ, പക്ഷികളുടെ മാംസം വേറെ, മത്സ്യങ്ങളുടെ മാംസവും വേറെ. സ്വർഗീയ ശരീരങ്ങളും ഭൗമശരീരങ്ങളും ഉണ്ട്. സ്വർഗീയ ശരീരങ്ങളുടെ തേജസ് വേറെ, ഭൗമശരീരങ്ങളുടെ തേജസ് വേറെ. ഭൗമശരീരങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ ഈ ശരീരത്തിന്റെ തേജസ് വേറെ, സ്വർഗീയ ശരീരങ്ങളുടെ തേജസ് വേറെ. അവിടെ തൊട്ട് ശ്രദ്ധിച്ചോണം. സൂര്യന്റെ തേജസ് വേറെ, ചന്ദ്രന്റെ തേജസ് വേറെ, നക്ഷത്രങ്ങളുടെ തേജസ് വേറെ. നക്ഷത്രവും തമ്മിൽ തേജസ് കൊണ്ട് ഭേദമുണ്ടല്ലോ. ഇനി ശ്രദ്ധിക്കുക, മരിച്ചവരുടെ പുനരുദ്ധാനവും ഔവണ്ണം തന്നെ. ഗുരുദേലേനം പഠിപ്പിക്കുമ്പോൾ ഞാനിത് വിശദമായിട്ട് പഠിപ്പിച്ചോളാം, ദൈവം അനുവദിച്ചാല്. മരിച്ചവരുടെ പുനരുദ്ധാനം, അവർ ദ്രവത്വത്തിൽ വിതയ്ക്കപ്പെടുന്നു. ഇപ്പോൾ നമ്മൾ ദ്രവത്വത്തിലാണ്, ദ്രവത്വമുള്ള ശരീരത്തിലാണ്. അദ്രവത്വത്തിൽ ഉയർക്കുന്നു. അപമാനത്തിൽ വിതയ്ക്കപ്പെടുന്നു, തേജസ്സിൽ ഉയർക്കുന്നു. ബലഹീനതയിൽ വിതയ്ക്കപ്പെടുന്നു, ശക്തിയിൽ ഉയർക്കുന്നു. പ്രാകൃത ശരീരം വിതയ്ക്കപ്പെടുന്നു, ആത്മിക ശരീരം ഉയർക്കുന്നു. പ്രാകൃത ശരീരമുണ്ടെങ്കിൽ ആത്മിക ശരീരമുണ്ട്. ബാക്കി നമുക്ക് തുറന്ന് പിന്നീട് വായിക്കാം. ഇതിന്റെ 42 മുതൽ 44 വരെയുള്ള വാക്യങ്ങൾ ശ്രദ്ധിച്ച്, മരിച്ചവരുടെ പുനരുദ്ധാനം സംബന്ധിച്ച് അവിടെ പറഞ്ഞിരിക്കുന്നത്. മരിച്ചവരുടെ പുനരുദ്ധാനവും ഒന്ന് വായിച്ച് 42 മുതൽ 44 വരെയുള്ള വാക്യങ്ങൾ. ദ്രവത്വത്തിൽ വിതയ്ക്കപ്പെടുന്നു, അദ്രവത്വത്തിൽ ഉയർക്കുന്നു. അപമാനത്തിൽ വിതയ്ക്കപ്പെടുന്നു, തേജസ്സിൽ ഉയർക്കുന്നു. ബലഹീനതയിൽ വിതയ്ക്കപ്പെടുന്നു, ശക്തിയിൽ ഉയർക്കുന്നു. പ്രാകൃത ശരീരം വിതയ്ക്കപ്പെടുന്നു, ആത്മീക ശരീരം ഉയർക്കുന്നു. പ്രാകൃത ശരീരം ഉണ്ടെങ്കിൽ ആത്മീക ശരീരവും ഉണ്ട്. ഇനി 54 വാക്യം ഒന്ന് വായിച്ച്. 54. ഈ ദ്രവത്വമുള്ളത് അദ്രവത്വത്തെയും ഈ മർത്യമായത് അമർത്യത്തെയും ധരിക്കുമ്പോൾ മരണം നീങ്ങി ജയം വന്നിരിക്കുന്നു എന്ന് എഴുതിയ വചനം നിവൃത്തിയാകും. ശ്രദ്ധിക്കുക, ക്രിസ്തുവിന്റെ വരവെങ്കിൽ നമുക്ക് ലഭിക്കുവാൻ പോകുന്ന ശരീരത്തെ പറ്റി പറഞ്ഞിരിക്കുകയാണ്. ഈ ദ്രവത്വമുള്ളത് അദ്രവത്വത്തെയും ഈ മർത്യമായത് അമർത്യമായതിനെയും പ്രാപിക്കും. ദ്രവത്വമില്ലാത്തത്, അതായത് ഇംപെരിഷബിൾ, നാശമില്ലാത്തത്, അക്ഷയമായ ശരീരം നാം പ്രാപിക്കും. തേജസ്സുള്ള, ശക്തിയുള്ള, അമർത്യമായ അഥവാ ഇമ്മോർട്ടൽ, മരണമില്ലാത്ത ആത്മിക ശരീരം നമ്മുടെ പുനരുദ്ധാനത്തിൽ നമുക്ക് ലഭിക്കുവാൻ പോകുന്നത് അതാകുന്നുവെന്ന് പരിശുദ്ധാത്മാവ് നമ്മോട് സാക്ഷ്യപ്പെടുത്തുകയാണ്. ദൈവവചനം എല്ലാ തിരുവഴുത്തും ദൈവവിശ്വാസിയുമാണ്, ദൈവത്തിന്റെ ആത്മാവിനാൽ എഴുതപ്പെട്ടതാണ്. അതുകൊണ്ട് പൗലോസ് പറയുന്നു എന്ന് പറയുകയല്ല, പരിശുദ്ധാത്മാവ് നമുക്ക് സാക്ഷ്യം പറയുകയാണ്. ക്രിസ്തുവിന്റെ വരവെങ്കിൽ നമുക്ക് ലഭിക്കുവാൻ പോകുന്ന വിശേഷപ്പെട്ട ശരീരം എങ്ങനെയുള്ളതായിരിക്കും എന്നതിന് ഉയർത്തെഴുന്നേറ്റ വാഴ്ത്തപ്പെട്ടവനായ കർത്താവ് നമുക്ക് ഉദാഹരണമായിരിക്കുകയാണ്. ക്രിസ്തു നിദ്ര കൊണ്ടവരിൽ നിന്നും ആദ്യഫലമായി മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തിരിക്കുന്നു. ആദ്യഫലം ക്രിസ്തു. ഇങ്ങനെ പറയാൻ കാരണം, ഇതുവരെ മരണത്തിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചവരിൽ ക്രിസ്തു ഒഴികെ മറ്റാരും ഇപ്പോൾ പറഞ്ഞതുപോലെ അമർത്യമായ, അക്ഷയമായ, അദ്രവത്വമുള്ള, തേജസ്സുള്ള ആത്മിക ശരീരം പ്രാപിച്ചിട്ടില്ല. ഇതുവരെ ഉയർത്തെഴുന്നേറ്റവരിൽ ക്രിസ്തു മാത്രമേ ദ്രവത്വമില്ലാത്ത, തേജസ്സുള്ള, ശക്തിയുള്ള, അമർത്യമായ ആത്മീയ ശരീരത്തോടെ ഉയർത്തെഴുന്നേറ്റിട്ടുള്ളൂ. ക്രിസ്തു നിദ്ര കൊണ്ടവരിൽ ആദ്യഫലമായി മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തിരിക്കുന്നു. ആദ്യഫലം ക്രിസ്തു. പിന്നെ ക്രിസ്തുവിനുള്ളവർ അവന്റെ വരവെങ്കിൽ, ക്രിസ്തുവിനുള്ളവർ അവന്റെ വരവെങ്കിൽ. ഒരുമിച്ച് വായിക്കണം, ക്രിസ്തുവിനുള്ളവർ അവന്റെ വരവെങ്കിൽ, നമ്മുടെ കർത്താവിന്റെ വരവെങ്കിൽ. ക്രിസ്തുവിന്റെ വരവെങ്കിൽ നാമും അവനെ പോലെയുള്ള ശരീരം പ്രാപിക്കും. ഉറപ്പാണോ? ക്രിസ്തുവിന്റെ വരവെങ്കിൽ നമ്മുടെ പ്രത്യാശ അതാണ്, നാമും അവനെ പോലെയുള്ള ശരീരം പ്രാപിക്കും. ഉറപ്പാ. ദൈവത്തിന് സ്തോത്രം.
അപ്പോസ്തലനായ യോഹന്നാൻ ഇങ്ങനെ എഴുതുന്നു, 1 യോഹന്നാൻ 3:2 പ്രിയമുള്ളവരെ, നാം ഇപ്പോൾ ദൈവമക്കളാകുന്നു. നാം ഇന്നതാകുമെന്ന് ഇതുവരെ പ്രത്യക്ഷമായിട്ടില്ല. യേശുക്രിസ്തു പ്രത്യക്ഷനാകുമ്പോൾ നാം യേശുവിനെ താൻ ഇരിക്കും പോലെ തന്നെ കാണുന്നതാകൊണ്ട് ക്രിസ്തുവിനോട് സദൃശന്മാരാകുമെന്ന് നാം അറിയുന്നു. പ്രിയമുള്ളവരെ, യേശുക്രിസ്തു പ്രത്യക്ഷനാകുമ്പോൾ നാം യേശുവിനെ താൻ ഇരിക്കും പോലെ തന്നെ കാണുന്നതാകൊണ്ട് നാമും ക്രിസ്തുവിനോട് സദൃശന്മാരാകും. യോഹന്നാൻ പറയുന്ന അതേ ആശയമാണ് ക്രിസ്തുവിനുള്ളവർ അവന്റെ വരവെങ്കിൽ എന്ന് പൗലോസ് പറയുന്നത്. കാരണം എല്ലാ തിരുവെഴുത്തും ഈ പുസ്തകം ഏതാണ്ട് 1500 1600 വർഷത്തെ കാലഘട്ടത്തിൽ എഴുതപ്പെട്ടതാണെങ്കിലും 40ഓളം എഴുത്തുകാര് എഴുതിയതാണെങ്കിലും അനേകം വിവിധങ്ങളായ പശ്ചാത്തലത്തിൽ അടിമകൾ തൊട്ട് രാജാക്കന്മാർ വരെയുള്ളവർ എഴുതിയതാണ്. സ്കോളേഴ്സ് എഴുതിയിട്ടുണ്ട്, പൗലോസിനെ പോലുള്ള സ്കോളേഴ്സ് എഴുതിയിട്ടുണ്ട്, പത്രോസിനെ പോലുള്ളവർ മീൻപിടുത്തക്കാർ എഴുതിയിട്ടുണ്ട്. പക്ഷെ ഇതെല്ലാം ദൈവശ്വാസ്യമാണ്. അതുകൊണ്ട് യോഹന്നാൻ എഴുതിയാലും പൗലോസ് എഴുതിയാലും എല്ലാം പറയുന്നത് പരിശുദ്ധാത്മാവാണ്. യേശുക്രിസ്തു പ്രത്യക്ഷനാകുമ്പോൾ നാം അവനോട് സദൃശന്മാരാകും. ക്രിസ്തുവിനുള്ളവർ അവന്റെ വരവെങ്കിൽ. ആദ്യ ഫലം ക്രിസ്തു, പിന്നെ ക്രിസ്തുവിനുള്ളവർ അവന്റെ വരവെങ്കിൽ. ഉയർത്തെഴുന്നേറ്റ ശേഷം യേശു തന്റെ ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനായപ്പോൾ അവർ കണ്ട യേശുവിന്റെ ശരീരം എപ്രകാരമുള്ളതായിരുന്നുവെന്ന് ചില വചനഭാഗങ്ങളിൽ പ്രതിപാദിച്ചിരിക്കുന്നത് നോക്കാം. ഒന്ന് വായിച്ച മത്തായി 28:9. യേശു അവരെ എതിരേറ്റു. എന്നാൽ യേശു അവരെ എതിരേറ്റ് നിങ്ങൾക്ക് വന്ദനം എന്ന് പറഞ്ഞു. അവർ അടുത്ത് ചെന്ന് അവന്റെ കാൽ പിടിച്ചവനെ നമസ്കരിച്ചു. യേശു അവരോട് ഭയപ്പെടേണ്ട, അവന്റെ കാൽ പിടിച്ച് അവനെ നമസ്കരിച്ചു എന്ന് പറഞ്ഞാൽ ടാൻജിബിൾ ആയിട്ടുള്ള സ്പർശന വേദ്യമായിരുന്ന ഒരു ശരീരം യേശുവിനുണ്ടായിരുന്നു. അതുകൊണ്ടല്ലേ കാൽ പിടിച്ചത്. ലൂക്കോസിന്റെ സുവിശേഷം 24-ാം അധ്യായത്തിന്റെ 39-40 പെട്ടെന്ന് വായിക്കാമെങ്കിൽ ഞാൻ ഈ കാണിക്കുന്ന റെഫറൻസ് പെട്ടെന്ന് വായിക്കാമെങ്കിൽ. ഞാൻ തന്നെ ആകുന്നു എന്ന് എന്റെ കൈയും കാലും നോക്കി അറിവിൻ, എന്നെ തൊട്ടു നോക്കുവിൻ, എന്നിൽ കാണുന്നത് പോലെ ഭൂതത്തിന് മാംസവും അസ്ഥിയും ഇല്ലല്ലോ എന്ന് പറഞ്ഞു. ഇങ്ങനെ പറഞ്ഞിട്ട് അവൻ കൈയും കാലും അവരെ കാണിച്ചു. അവർ സന്തോഷം. എന്നെ തൊട്ടു നോക്കുവിൻ. ടാൻജിബിൾ ആയിട്ടുള്ള സ്പർശനവേദ്യമായ ഇന്ദ്രിയഗോചരമായ ഒരു ശരീരം. എന്താ പറയാ, എന്നിൽ കാണുന്നത് പോലെ ഭൂതത്തിന് മാംസവും അസ്ഥിയില്ലല്ലോ. എന്തുകൊണ്ടാണ്? ഭൂതങ്ങൾ ആത്മജീവികളാണ്, അതിന് ആത്മാവാണ്, അതിന് ശരീരമൊന്നുമില്ല. അതുകൊണ്ടാണ് ഭൂതങ്ങള് ഉണ്ട്, അത് ഭൂതം അവിടെ നിൽക്കുന്ന കണ്ടു, അടിച്ചു, മാന്തി എന്നൊക്കെ പറയുന്ന ഉടനെ ഇതൊന്നും നമ്മൾ മൈൻഡ് ചെയ്യേണ്ട ഒരു കാര്യമില്ല. ഒത്തിരി തമാശകളുണ്ട് ഇങ്ങനെയുള്ള കഥകൾ. ഞങ്ങൾ ഇവിടെ വന്ന് തിരുവനന്തപുരത്ത് വന്ന് താമസിച്ച ശേഷം ഇവിടെ അടുത്തുള്ള ഒരു പെന്തക്കോസുകാർ തന്നെ ഇവിടെ വന്നിട്ട് പറഞ്ഞു, ഞങ്ങളുടെ വീടിന്റെ വാതിൽ ഏതാണ്ട് ഒരു പോസ്റ്റിന്റെ പൊക്കമുള്ള ഒരു കറുത്ത പട്ടി നിൽക്കുന്ന അവർ കണ്ടെന്നൊക്കെ. എന്തായാലും രസമുണ്ട്. നമുക്ക് പിന്നെ അതൊന്നും ഒരു കാര്യമല്ല. കാരണം കർത്താവ് പറയുകയാണ് ഭൂതത്തിന് ഒരു ശരീരമില്ല എന്ന് പറയുകയാണ്. ബാക്കിയൊക്കെ കെട്ടുകഥകള്, ജാതികളുടെ കെട്ടുകഥകളാണ്. കർത്താവ് പറയുന്നത്, സൃഷ്ടാവ് പറയുന്നത് നമ്മൾ വിശ്വസിച്ചാൽ മതി. എന്നിട്ട് പറയുക, എനിക്ക് തൊട്ടു നോക്കുവിൻ മാംസവും അസ്ഥിയുമുള്ള ഒരു ശരീരം. മാംസവും അസ്ഥി എന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ദൈവവചനത്തിൽ പലതും നമുക്ക് മനസ്സിലാകുന്ന ഒരു നിലയിലാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു സോളിഡ് ബോഡി ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കുവാനാണ് പറഞ്ഞിരിക്കുന്നത്. മാംസവും അസ്ഥിയും ഉള്ള ഒരു ശരീരം എന്ന് പറഞ്ഞിരിക്കുന്നത്. എന്നിട്ട് അവരോട് പറയുക, നിങ്ങൾ എന്നെ സ്പർശിച്ചു നോക്കുവിൻ. ഇനി യോഹന്നാന്റെ സുവിശേഷം 20:27 ഒന്ന് നോക്കി. അവിടെ യേശു തോമസിനോട് വായിച്ചോളൂ. അതന്നെ അദ്ദേഹം പറയുന്നത്. പിന്നെ തോമസിനോട്, നിന്റെ വിരൽ ഇങ്ങോട്ട് നീട്ടി എന്റെ കൈകളെ കാണിക്ക, നിന്റെ കൈ നീട്ടി എന്റെ വിലാപ്പുറത്തിടുക, അവിശ്വാസിയാകാതെ വിശ്വാസിയായിരിക്കാന്ന് പറഞ്ഞു. നോക്കുക, യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റ ശേഷം
സ്പർശനവേദ്യമായ ഒരു ശരീരം യേശുവിനുണ്ടായിരുന്നു, ടാൻജിബിൾ ആയിട്ടുള്ള ഒരു ബോഡി ഉണ്ടായിരുന്നു എന്നുള്ളത്, അടുത്തു വരുന്നവർക്ക് സ്പർശിക്കുവാൻ കഴിയുന്നതായ ഒരു ശരീരം ഉണ്ടായിരുന്നുവെന്ന് ദൈവവചനത്തിൽ നിന്ന് നമുക്ക് തെളിവ് ലഭിച്ചിരിക്കുകയാണ്. യെരുശലേമിൽ നിന്ന് യമോസിലേക്ക് പോയ രണ്ട് ശിഷ്യന്മാർക്ക് യേശു പ്രത്യക്ഷനായ അവരോട് സംസാരിച്ചു. പിന്നെ അവരുമായിട്ട് ഭക്ഷണത്തിൽ ഇരിക്കുമ്പോൾ നമ്മൾ ലൂക്കോസിന്റെ സുവിശേഷം 24-30 വാക്യത്തിൽ കാണുന്നുണ്ട്, അവൻ അപ്പം എടുത്ത് അനുഗ്രഹിച്ച് നുറുക്കി അവർക്ക് കൊടുത്തു. അപ്പം എടുത്ത് നുറുക്കി കൊടുത്തു. അത് കഴിഞ്ഞിട്ട് 24-ാം അധ്യായത്തിൽ ലൂക്കോസ് 24-41 മുതൽ 43 വരെയുള്ള വാക്യങ്ങളിൽ അവിടെ യേശു മന്ദബുദ്ധിയാണെന്ന് വിളിച്ചില്ലേ സാറേ? അതെ, നമ്മുടെ വിഷയത്തിലേക്ക് വരിക. അപ്പം അവർക്ക് നുറുക്കി കൊടുത്തു. അത് കഴിഞ്ഞതിന് ശേഷം 41 മുതൽ 43 വരെയുള്ള ചന്ദ്രപ്രവർ വായിച്ചാട്ട് 41 മുതൽ 43 വരെ, ലൂക്കോസ് 24 41 മുതൽ 43 വരെ. അവർ സന്തോഷത്താൽ വിശ്വസിക്കാതെ അതിശയിച്ച് നിൽക്കുമ്പോൾ അവരോട് തിന്നുവാൻ വല്ലതും ഇവിടെ നിങ്ങളുടെ പക്കൽ ഉണ്ടോ എന്ന് ചോദിച്ചു. അവർ ഒരു ഖണ്ഡം വറുത്ത മീനും തേൻകട്ടയും അവന് കൊടുത്തു. അതവൻ വാങ്ങി അവർ കാണുകയെ തിന്നു. പിന്നെ മതി. അതായത് അവരുടെ കയ്യിൽ നിന്ന് ഭക്ഷണം മേടിച്ച് ഭക്ഷിച്ചതായിട്ട് നമ്മൾ കാണുന്നു. ഇനി വേറൊരു ഭാഗത്ത് നോക്കി, യോഹന്നാൻ 21-12-13 വാക്യങ്ങൾ. അവിടെ ഗലീല കടൽക്കരയിൽ എല്ലാം കൂടെ മീൻ പിടിച്ചോണ്ടിരിക്കുക. വായിക്കുവാണെ വായിക്ക്, ഇല്ലെന്നുണ്ടെങ്കിൽ ശിമോൻ പത്രോസ്കാരൻ 150 ശിഷ്യന്മാരിൽ ഒരുത്തനും നീ ആരെന്ന് അവനോട് ചോദിപ്പാൻ തുനിഞ്ഞില്ല. യേശു വന്ന് അപ്പം എടുത്ത് അവർക്ക് കൊടുത്തു. മീനും അങ്ങനെ തന്നെ. യേശു മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ ശേഷം ഇങ്ങനെ യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റ ശേഷം നമ്മൾ ഇവിടെ കാണുന്നത് സാധാരണ മനുഷ്യർ ഭക്ഷണം കഴിക്കുന്നത് പോലെ ഭക്ഷണം കഴിക്കുവാൻ സാധിക്കുന്ന ഒരു ശരീരം ഉണ്ടായിരുന്നു. അപ്പം കാലെ കെട്ടി പിടിക്കാൻ പറ്റും, മുറിവെ കൈയിട്ട് നോക്കാൻ പറ്റും. അവൻ ഭക്ഷണം മുറിച്ചു കൊടുക്കുന്നു, അവൻ അവരോടുകൂടെ ഭക്ഷണം കഴിക്കുന്നു, അവർക്ക് ഭക്ഷണം എടുത്തു കൊടുക്കുന്നു. ലൂക്കോസ് 24-30-31 അവരുമായി ഭക്ഷണത്തിൽ ഇരിക്കുമ്പോൾ അവൻ അപ്പം എടുത്ത് അനുഗ്രഹിച്ച് നുറുക്കി അവർക്ക് കൊടുത്തു. ഉടനെ അവരുടെ കണ്ണ് തുറന്നു, അവൻ അവരെ അറിഞ്ഞു, അവൻ അവർക്ക് അപ്രത്യക്ഷനായി. അപ്പോൾ തന്നെ ശ്രദ്ധിക്കുക, പെട്ടെന്ന് നമ്മൾക്ക് സ്പർശനവേദ്യമായ ഒരു ശരീരമുണ്ട്, അല്ലെങ്കിൽ കാണുവാൻ കഴിയുന്ന തൊടുവാൻ കഴിയുന്ന ഒരു ശരീരമുണ്ട് എന്ന് പറയുമ്പോൾ തന്നെ പെട്ടെന്ന് അപ്രത്യക്ഷനാകുവാൻ സാധിക്കുന്നു. പുനരുത്ഥാന ശരീരത്തിന്റെ ഒരു പ്രത്യേകതയാണ്. ക്രൂശീകരണത്തിന് മുൻപ് എവിടെയെങ്കിലും യേശു അപ്രത്യക്ഷനായെന്ന് പറയുന്നുണ്ടോ? ഉണ്ട്. അത് ഒഴിഞ്ഞു മാറിപ്പോയെന്നുള്ള അർത്ഥത്തിലാണ് പറയുന്നത്. ചിലയിടത്ത് നമ്മൾ കാണുന്നുണ്ട്, അവിടെയൊക്കെ ഇപ്പൊ പോകണ്ട. അല്ലാതെ ഈ നിലയിൽ പെട്ടെന്ന് അപ്രത്യക്ഷനാകുന്നു. അതുപോലെ തന്നെ പെട്ടെന്ന് അവരുടെ ഇടയിൽ 24-36 പറയുന്നു, അവർ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവൻ അവരുടെ നടുവിൽ നിന്നു, നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞു. പെട്ടെന്ന് പ്രത്യക്ഷനാകുന്നു. പുനരുത്ഥാന ശരീരത്തിന്റെ ഒരു പ്രത്യേകതയാണ് പെട്ടെന്ന് അപ്രത്യക്ഷനാകുക. ദ്രവ്യത്തിന്റെ, മാറ്ററിന്റെ പരിമിതികളില്ലാത്ത ഒരു ശരീരമാണത്. ദ്രവ്യം എന്ന് പറഞ്ഞാൽ നമ്മൾ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്, മാറ്റർ, സംതിങ് വിച്ച് ഈസ് ഹാവിങ് മാസ് ആൻഡ് റിക്വയർസ് സ്പേസ്, അല്ലെങ്കിൽ വോളിയം ഉള്ളത്, എന്താണ്, ഭാരമുള്ളതും വ്യാസം ഉള്ളതുമായ, അതായത് സ്ഥിതി ചെയ്യുവാൻ സ്ഥലം ആവശ്യമുള്ളതും. സ്ഥിതി ചെയ്യുവാൻ, ഇപ്പൊ ഇത് ഒരു കുപ്പിയാണ്, ഈ കുപ്പി വെക്കണമെങ്കിൽ അതിന് സ്ഥലം വേണം. ആ കുപ്പിക്കകത്ത് വെള്ളമുണ്ട്, ആ വെള്ളമുള്ള അത്രയും, ഇതിന്റെ മുക്കാൽ ഭാഗത്ത് വെള്ളമുണ്ട്, അത്രയും ഭാഗത്ത് എയറില്ല. എയർ വെള്ളം നിറയ്ക്കുന്നതോറും എയർ മാറിക്കൊണ്ടിരിക്കും. കാരണം ഒരു ദ്രവ്യം ഇരിക്കുന്നിടത്ത് മറ്റൊരു ദ്രവ്യത്തിന് സ്ഥലം ഓക്കുപ്പൈ ചെയ്യാൻ സാധിക്കത്തില്ല. അതാണ് ദ്രവ്യത്തിന്റെ പ്രത്യേകത. ദ്രവ്യത്തിന് ഒരു വോളിയമുണ്ട്. ദ്രവ്യമായിരിക്കുന്ന ഒരു കതക് ഒരു മുറിക്കുള്ളപ്പോൾ ആ സ്ഥലത്ത് ആ കതക് അടച്ചിരിക്കുകയാണെങ്കിൽ എയറിന് പോലും അവിടെ കയറാനൊക്കത്തില്ല, മറ്റൊരു ദ്രവ്യത്തിന് അവിടെ കയറാനൊക്കത്തില്ല. എന്നാൽ കതക് അടച്ചിരിക്കുമ്പോഴും ആ ദ്രവ്യത്തിന്റെ പരിമിതി ഇല്ലാത്തത് കൊണ്ട് പുനരുത്ഥാന ശരീരം പ്രാപിച്ച യേശു, അല്ലെങ്കിൽ ആ ശരീരത്തോടു കൂടി യേശു വരുമ്പോൾ അടച്ചിട്ടിരിക്കുന്ന മുറിയിൽ അവരുടെ മധ്യ പ്രത്യക്ഷനാകുന്നു, പെട്ടെന്ന് അപ്രത്യക്ഷനാകുന്നു. അപ്പം
മുമ്പേ പറഞ്ഞത് ശ്രദ്ധിക്കുക. സ്പർശനവേദ്യമായ ശരീരം, ഭക്ഷണം കഴിക്കുവാൻ സാധിക്കുന്ന ശരീരം, ഇതെല്ലാം ഉള്ളപ്പോൾ തന്നെ പുനരുദ്ധാന ശരീരത്തിന്റെ ഒരു പ്രത്യേകതയായിരുന്നു ദ്രവ്യത്തിന്റെ പരിമിതികളില്ലാത്ത ഒരു ശരീരമായിരുന്നു. നമ്മുടെ ശരീരത്തിന് സ്വർഗാരോഹണം ചെയ്യാനൊക്കത്തില്ല, ഈ ശരീരത്തിന് മേളിലോട്ട് പോകാനൊക്കത്തില്ല. എത്ര ചാടിയാലും ശരി. ഹൈജമ്പിന്റെ വേൾഡ് റെക്കോർഡ് ഏതാണ്ട് 2 മീറ്ററാണ്. 2.36 37 നോക്കിയാൽ അറിയാം, നെറ്റ് നോക്കിയാൽ അറിയാം. ഏതായാലും 2.5 താഴെയാണ്. എത്ര ചാടിയാലും 2.5 മീറ്റർ വരെ ചാടും. അത് കഴിയുമ്പോൾ ഇങ്ങനെ താഴെ പോരും. പോൾവോട്ടി ചാടിയാൽ ചിലപ്പോൾ 6 മീറ്റർ ചാടും. അത് കഴിയുമ്പോൾ ഇങ്ങനെ താഴെ പോരും. നമുക്ക് ലഭിക്കാൻ പോകുന്ന ശരീരം ഇങ്ങനെയുള്ളതാണോ സാറേ? അതല്ലെന്നല്ലേ പറഞ്ഞു വരുന്നേ. ഓക്കെ. ഇതൊക്കെ ഇതിനകത്ത് ലയിച്ചിരിക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചാടിക്കറി ചോദിക്കുന്നത്. എനിക്കറിയാം, സന്തോഷം. അപ്പൊ നമുക്ക് ലഭിക്കുവാൻ പോകുന്ന ശരീരം ആ ദ്രവ്യത്തിന്റെ പരിമിതി ഇല്ലാത്തത് കൊണ്ട്, അതുകൊണ്ടാണ് കർത്താവ് സ്വർഗാരോഹണം ചെയ്ത് പോകുമ്പോൾ ഈ ഭൂമിയുടെ ഗുരുത്വാകർഷണ ബലത്തിനൊന്നും പിടിച്ചു നിർത്താൻ സാധിക്കത്തില്ല. നമുക്ക് ലഭിക്കുവാനുള്ളത് കർത്താവിന്റെ അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ താൻ ഇരിക്കും പോലെ തന്നെ കാണുന്നതാകൊണ്ട് അവനോട് സദൃശന്മാരാകും. ആ തെസ്സലോനിക്കർക്ക് എഴുതിയ ലേഖനത്തിലെ ആ വാക്യഭാഗം നടത്തി ദേവദാസൻ തോമസ് കുട്ടി പാസ്റ്റർ എന്ന് വായിച്ചു. 1 തെസ്സലോനി 4-ാം അധ്യായത്തിൽ നിങ്ങളൊക്കെ കുറെ ശവസംസ്കാരം ഒക്കെ നടത്തുന്നതല്ലേ, ആ ഭാഗം ഒന്ന് വായിച്ചേ. എപ്പോഴും വായിക്കുന്നതല്ലേ, വായിച്ചേ. കർത്താവ് താൻ ഗംഭീരനാഥത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പ് ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം അവരോട് ഒരുമിച്ച് ആകാശത്തിൽ കർത്താവിനെതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. ഇങ്ങനെ നാം എപ്പോഴും ജീവനോടെ ശേഷിക്കുന്ന നാം രൂപാന്തര ശരീരത്തോടു കൂടിയാ പോകുന്നത്. കാരണം അവൻ പ്രത്യക്ഷനാകുമ്പോൾ യോഹന്നാൻ അപ്പോസ്തലൻ പറഞ്ഞിട്ടുണ്ട്, നാം അവനെ താൻ ഇരിക്കുന്ന പോലെ തന്നെ കാണുന്നത് കൊണ്ട് അവനോട് സദൃശന്മാരാകും. അതാണ് നമ്മുടെ പ്രത്യാശ. അവനോട് സദൃശരായി കഴിയുമ്പം ഈ പരിമിതികളൊന്നും ഇല്ലാത്ത ശരീരമാണ്. ഞാൻ പറയും മനസ്സിലായല്ലോ? ദേവദാസന് മനസ്സിലായല്ലോ? ഓക്കെ. അപ്പോൾ ഉയർത്തെഴുന്നേറ്റ ശേഷം സാറേ വിശപ്പില്ല ദാഹമില്ല എന്നൊക്കെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അതെന്താ സംഭവം? അതെ, ഭക്ഷിക്കണ്ടെങ്കിൽ ഭക്ഷിക്കണ്ട. നമ്മൾ ഈ വിശപ്പ് ദാഹം ഇതൊക്കെ നമുക്ക് 8 മണി കഴിഞ്ഞ് എന്നോടൊന്ന് ചോദിക്കാവോ? അത് ഞാനൊന്ന് കുറച്ച് അല്ലാത്ത കാര്യങ്ങളാണ്, അത് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ചോദിക്കണം, ഈ ക്ലാസ് കഴിയുമ്പോൾ ചോദിക്കണം. നമുക്ക് കുറെ കാര്യങ്ങൾ ഇന്ന് തീർക്കാനുണ്ട്. അപ്പം യോഹന്നാൻ 20:19 പറയുന്നുണ്ട്, ആഴ്ചവട്ടത്തിന്റെ 1-ാം നാൾ ആ ദിവസം നേരം വൈകിയപ്പോൾ ശിഷ്യന്മാർ ഇരുന്ന സ്ഥലത്ത് യഹൂദന്മാരെ പേടിച്ച് വാതിലടച്ചിരിക്കെ യേശു വന്ന് നടുവിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് സമാധാനം എന്ന് അവരോട് പറഞ്ഞു. അപ്പോൾ അടച്ചിട്ടിരുന്ന മുറി വേണം പ്രത്യക്ഷനാകാം, പെട്ടെന്ന് അപ്രത്യക്ഷനാകാം. അപ്പോൾ തന്നെ വേണമെങ്കിൽ അവന്റെ കാലെ കെട്ടിപ്പിടിക്കാം, അവന്റെ മുറിവിൽ സ്പർശിച്ചു നോക്കാം, അവന് വേണമെങ്കിൽ ഭക്ഷണം കഴിക്കാം, ഭക്ഷണം നമുക്കെടുത്ത് തരാം. ഇതെല്ലാം ചെയ്യാവുന്ന ഒരു ശരീരമായിരുന്നു യേശുക്രിസ്തുവിന് പുനരുദ്ധാന ശരീരം ഉണ്ടായിരുന്നത്. നമുക്ക് ലഭിക്കാൻ പോകുന്ന ശരീരം അതുപോലെയുള്ള ഭൂമിയുടെ ഗുരുത്വാകർഷണ ബലത്തിന് പിടിച്ചു നിർത്തുവാൻ കഴിയാത്ത ഒരു ശരീരം, അപ്പോൾ തന്നെ ഈ ഭൂമിയിൽ സഞ്ചരിക്കുവാൻ കഴിയുന്ന ഒരു ശരീരം, അങ്ങനെയുള്ള ഒരു പുനരുദ്ധാന ശരീരം, ഉയർത്തെഴുന്നേറ്റ യേശുവിന്റെ ശരീരം നമുക്ക് നൽകുന്ന പ്രത്യാശയാണ്. അവിടേക്ക് നമുക്ക് പോകാം. ഈ വാക്യങ്ങളെ റെഫറൻസ് എല്ലാം നിങ്ങളൊന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ട് പിന്നെ വായിച്ചു നോക്കണം. 1 by 1 ആയിട്ട് വായിച്ചു നോക്കണം. എടുത്തെന്ന് കരുതുന്നു. എടുത്തെങ്കിൽ ഞാൻ അടുത്ത വിഷയത്തിലോട്ട് പൊക്കോട്ടെ. ഓക്കെ. അടുത്തത് യേശുക്രിസ്തുവിന്റെ പുനരുദ്ധാനം, ത്രിയേക ദൈവത്തിന്റെ വിജയം, അല്ലെങ്കിൽ യേശുക്രിസ്തുവിന്റെ പുനരുദ്ധാനത്തിൽ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും, ദ റിസറക്ഷൻ ഓഫ് ജീസസ് ക്രൈസ്റ്റ്, ദ ട്രയംഫ് ഓഫ് ദ ട്രയൂൺ ഗോഡ്. തൊണ്ണൂറാം സങ്കീർത്തനത്തിൽ, മോശയുടെ സങ്കീർത്തനമാണല്ലോ 90-ാം സങ്കീർത്തനം, അഹരോന്റെ നിര്യാണത്തെങ്കിൽ മോശ പാടി എന്നാണ് കരുതപ്പെടുന്നത്. മോശയെ പറ്റി പറയുന്ന, മോശ ദൈവത്തോട് അടുത്തിരിക്കാൻ അവസരം ലഭിച്ച വ്യക്തിയാണ്. 90-ാം സങ്കീർത്തനത്തിൽ മോശ ഇങ്ങനെ പാടിയിട്ടുണ്ട്, കർത്താവേ, നീ തലമുറയായി ഞങ്ങളുടെ സങ്കേതമായിരിക്കുന്നു. പർവ്വതങ്ങൾ ഉണ്ടായതിനും നീ ഭൂമിയെയും ഭൂമണ്ഡലത്തെയും നിർമ്മിച്ചതിനു മുമ്പേ നീ അനാദിയായും ശാശ്വതമായും ദൈവമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമാകുന്ന ത്രിയേക ദൈവം അനാദിയായും ശാശ്വതമായും ദൈവമാകും. ത്രിയേക ദൈവമാണ് ഭൂമിയെയും ഭൂമണ്ഡലത്തെയും നിർമ്മിച്ചത്, അല്ലെങ്കിൽ പ്രപഞ്ച സൃഷ്ടിപ്പ് നടത്തിയത്. ത്രിയേക ദൈവം.
ഉൽപ്പത്തി പുസ്തകത്തിൽ നാം വായിക്കുന്നു, ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു എന്ന് പറയുമ്പോൾ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചത് പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ആകുന്ന ത്രിയേക ദൈവമാണ് എന്ന് വ്യക്തമാണ്. ശ്രദ്ധയോടെ കേൾക്കുക, ഇന്ററപ്റ്റ് ചെയ്യരുത്. ഇത് പറഞ്ഞു കഴിഞ്ഞിട്ട് ഞാൻ പറയാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ പിന്നെ ചോദിക്കാം. പ്രപഞ്ചത്തെ സൃഷ്ടിച്ചത് പിതാപുത്രൻ പരിശുദ്ധാത്മാവാകുന്ന ത്രിയേക ദൈവമാണെന്ന് വ്യക്തമാണ്. ദൈവത്തിന്റെ ആത്മാവ് വെള്ളത്തിന്മീതെ പരിവർത്തിച്ചു കൊണ്ടിരുന്നു എന്ന് അവിടെ പറയുന്നുണ്ട്. ദൈവത്തിന്റെ ആത്മാവ് വെള്ളത്തിന്മീതെ പരിവർത്തിച്ചു കൊണ്ടിരുന്നു. അപ്പൊ ആത്മാവ് അവിടെയുണ്ട്. ദൈവപുത്രനെ സംബന്ധിച്ച് നമ്മൾ യോഹന്നാന്റെ സുവിശേഷം 1:3 വാക്യത്തിൽ അതാ അദ്ദേഹം പറയാൻ വന്നത്. അവൻ മുഖാന്തരം, അതായത് ദൈവപുത്രനായ യേശുക്രിസ്തു മുഖാന്തരം ഉളവായതൊന്നും അവനെ കൂടാതെ അല്ല, അവനെ കൂടാതെ ഉളവായതല്ല. അപ്പോൾ പുത്രൻ സൃഷ്ടിപ്പിൽ പങ്കാളിയാണ്, പരിശുദ്ധാത്മാവ് പങ്കാളിയാണ്, പുത്രൻ പങ്കാളിയാണ്. മറ്റ് നിരവധി വചനഭാഗങ്ങളിൽ പുത്രൻ മുഖാന്തരം സൃഷ്ടിക്കപ്പെട്ടു എന്ന് വ്യക്തമായി പ്രസ്താവിച്ചിട്ടുണ്ട്. കൊലോസ്യർ 1:16. അപ്പോൾ യോഹന്നാൻ 1:3 കൂടാതെ കൊലോസ്യർ 1:16 എടുക്കുന്നവർക്ക് വായിക്കാം. സ്വർഗത്തിലുള്ളതും സിംഹാസനങ്ങളാകട്ടെ, കർത്തൃത്വങ്ങളാകട്ടെ, വാഴ്ചകളാകട്ടെ, അധികാരങ്ങളാകട്ടെ, സകലവും അവൻ മുഖാന്തരം സൃഷ്ടിക്കപ്പെട്ടു. അവൻ മുഖാന്തരം അവനായിട്ടും സകലവും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. നോക്കുക, സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും ദൃശ്യമായതും അദൃശ്യമായതും, സിംഹാസനങ്ങളാകട്ടെ, കർത്തൃത്വങ്ങളാകട്ടെ, വാഴ്ചകളാകട്ടെ, അധികാരങ്ങളാകട്ടെ, സകലവും പുത്രൻ മുഖാന്തരം സൃഷ്ടിക്കപ്പെട്ടു. ദൈവപുത്രനായ യേശുക്രിസ്തു മുഖാന്തരവും അവനായിട്ടും സകലവും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. യേശുക്രിസ്തുവിനെ പറ്റിയാണ് അവിടെ കൊലോസ്യർ എഴുതി വരുന്നത്. ഇനി എബ്രായർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായത്തിന്റെ 2-ാം വാക്യത്തിന്റെ സെക്കൻഡ് പാർട്ട്, അവൻ, അതായത് പുത്രൻ മുഖാന്തരം ലോകത്തെയും ഉണ്ടാക്കി. ലേഖനത്തിന്റെ ടോപ്പിക് തന്നെ ആബ്സല്യൂട്ട് സുപ്രീമസി ആൻഡ് സഫിഷ്യൻസി ഓഫ് ജീസസ് ക്രൈസ്റ്റ്, അതാണ്. അപ്പൊ പുത്രൻ മുഖാന്തരം ലോകത്തെ ഉണ്ടാക്കി. അപ്പൊ നിരവധി വാക്യങ്ങളിൽ നാം ഇങ്ങനെ കാണുന്നുണ്ട്, പുത്രൻ സൃഷ്ടിപ്പിൽ പുത്രൻ ആണ് പ്രവർത്തിച്ചിരിക്കുന്നത്. ഞാൻ പറഞ്ഞ ഒരു കാര്യത്തിലേക്ക് മടങ്ങി വരിക, ത്രിയേക ദൈവം ഇൻവോൾവ് ആണ്. ഇനി അതാണ് പറയേണ്ടത്. ഉൽപ്പത്തി പുസ്തകം 1-ാമത്തെ അധ്യായത്തിൽ 32 തവണ, ശ്രദ്ധിക്കണം, 32 തവണ ദൈവം എന്ന പരിഭാഷ ചെയ്തിട്ടുള്ള എലോഹീം, എലോഹീം എന്ന എബ്രായ നാമം ആവർത്തിച്ച് കാണുന്നുണ്ട്. എലോഹീം എന്ന എബ്രായ നാമം, ദൈവം എന്ന പരിഭാഷ ചെയ്തിരിക്കുന്ന എലോഹീം, അതൊരു പ്ലൂറൽ വേർഡാണ്, പ്ലൂറൽ നെയിം ആണ്, അതൊരു ബഹുവചനമാണ്. എലോഹീം എന്നുള്ളത് ബഹുവചനമാണ്. മലയാളത്തിൽ ദൈവം എന്ന് സിംഗുലർ ആയിട്ട് കാണുമെങ്കിലും മൂലഭാഷയിൽ, എബ്രായ ഭാഷയിൽ എലോഹീം എന്നത് ബഹുവചനമാണ്. അത് ചിലരുടെ അഭിപ്രായത്തിൽ ഈ ബഹുവചന പ്രയോഗം ഒരു പ്ലൂറൽ ഓഫ് മെജസ്റ്റി, പ്ലൂറൽ ഓഫ് മെജസ്റ്റി, അതായത് നമുക്കറിയാം രാജാക്കന്മാരും ചക്രവർത്തിമാരും തങ്ങളെ സംബന്ധിച്ച് ബഹുവചനമായിട്ടാണ് പറയുന്നത്. നാം ഇങ്ങനെ പറയുന്നു, നമ്മൾ ഇങ്ങനെ കൽപ്പിക്കുന്നു, ഇങ്ങനെയാണ് രാജാക്കന്മാര് ചക്രവർത്തിമാരൊക്കെ പറയുന്നത്, നമുക്കറിയാം. അതാണ് പ്ലൂറൽ ഓഫ് മെജസ്റ്റി. അപ്പൊ ചിലരുടെ അഭിപ്രായത്തിൽ എലോഹിം എന്നുള്ള ബഹുവചനം ബഹുവചനത്തിലൂടെ പ്ലൂറൽ ഓഫ് മെജസ്റ്റി ആണെന്നുള്ളതാണ് പറയുന്നത്. എന്നാൽ കൂടുതൽ ആധികാരികമായി പറയുന്ന മറ്റു ചിലര് പറയുന്നത് ത്രിയേക ദൈവത്തെ കുറിക്കുവാൻ എലോഹിം എന്ന ബഹുവചനം ഉപയോഗിച്ചിരിക്കുകയാണ്. നിങ്ങളെ അടുത്ത 3 വാക്യങ്ങൾ, അപ്പോസ്തലപ്രവൃത്തി 4:24, യോഹന്നാൻ 1:1-3 വരെ, സങ്കീർത്തനം 104:30, ഈ 3 വാക്യങ്ങൾ ഒരാൾ തന്നെ വായിക്കണം വ്യക്തമായിട്ട്. അപ്പോസ്തലപ്രവൃത്തി 4:24, അവിടെ സൃഷ്ടിപ്പിന് പിതാവാണ് കാരണക്കാരനെന്ന് കാണുന്നുണ്ട്. 4:24 വായിച്ച്. അത് കേട്ടിട്ട് അവർ ഒരുമനപ്പെട്ട് ദൈവത്തോട് നിലവിളിച്ച് പറഞ്ഞത്, ആകാശവും ഭൂമിയും സമുദ്രവും അവയിലുള്ള സകലവും ഉണ്ടാക്കിയ നാഥനെ. അവരാ നാഥനെ ജാതികൾ കലഹിക്കുന്നത്. മതി. അവരെ ആകാശവും ഭൂമിയും സകലവും ഉളവാക്കിയ നാഥനെ എന്ന് വിളിച്ചിരിക്കുന്നത് ആരെയാണ്? പിതാവാം ദൈവത്തെ പറ്റിയാണ് പറയുന്നത്. മുകളിൽ നിന്ന് വായിച്ചു വരുമ്പോൾ അത് മനസ്സിലാവും. അപ്പൊ ആകാശവും ഭൂമിയും അതിലുള്ള സകലവും ഉളവാക്കിയ നാഥനെ എന്ന് പറഞ്ഞുകൊണ്ട് പിതാവാണ് സകലത്തിന്റെ സൃഷ്ടാവ് എന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പോൾ തന്നെ യോഹന്നാൻ 1:1-3 വരെയുള്ള വാക്യങ്ങൾ നമുക്കറിയാം. ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെ ആയിരുന്നു, വചനം ദൈവമായിരുന്നു എന്ന് തുടങ്ങി അവിടെ പറയുകയാണ്. മുമ്പേ നമ്മൾ വായിച്ചതാ, സകലവും അവൻ മുഖാന്തരം ഉളവായി. ഇനി
മൂന്നാമത് കൊടുത്തിരിക്കുന്ന 104 സങ്കീർത്തനത്തിന്റെ 30 വാക്യം. അപ്പൊ യോഹന്നാൻ പറയുന്നതും കൊലോസ്യ ലേഖനത്തിൽ മുമ്പേ നമ്മൾ കണ്ടത് ഇതെല്ലാം സൂചിപ്പിക്കുന്നത് പുത്രൻ സൃഷ്ടാവാണ്, പിതാവ് സൃഷ്ടാവാണെന്ന് അപ്പോസ്തല പ്രവൃത്തി 4:24 പറയുന്നു. ഇനി 104 സങ്കീർത്തനത്തിന്റെ 30 വാക്യം ഒന്ന് വായിച്ചേ. നീ നിന്റെ ശ്വാസം അയക്കുമ്പോൾ അവൻ സൃഷ്ടിക്കപ്പെടുന്നു, നീ ഭൂമിയുടെ മുഖത്തെ പുതുക്കുന്നു. നീ നിന്റെ ശ്വാസം അയക്കുമ്പോൾ അവ സൃഷ്ടിക്കപ്പെടുന്നു. അവിടെ ശ്വാസം പരിഭാഷ ചെയ്തിരിക്കുന്നത് റുവ എന്നുള്ള എബ്രായ പദമാണ്. റുവ എന്ന പദത്തിന് ശ്വാസമെന്നും അർത്ഥമുണ്ട്, ആത്മാവെന്നും അർത്ഥമുണ്ട്. അതുപോലെ തന്നെ ഗ്രീക്കിൽ വരുമ്പോഴും ന്യൂമ എന്നുള്ള പദം, ഗ്രീക്കിൽ ന്യൂമ എന്നുള്ള പദത്തിന് ശ്വാസമെന്നും ആത്മാവെന്നും അർത്ഥമുണ്ട്. അപ്പൊ റുവ എന്ന പദമാണ് നീ നിന്റെ ആത്മാവിനെ അയക്കുമ്പോൾ അവ സൃഷ്ടിക്കപ്പെടുന്നു എന്നാണ് അതിന്റെ പരിഭാഷ വരേണ്ടിയിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് മൂന്നും സൃഷ്ടിയിൽ ഒരുപോലെ പ്രവർത്തിച്ചിരിക്കുകയാണ്. പരിശുദ്ധാത്മാവ് എന്ന് എടുത്ത് പറയാം റുവ ഹാ ഖാദേശ് എന്ന്, ദൈവത്തിന്റെ ആത്മാവെന്ന് പറയാൻ റുവ ഹാ എലോഹിം എന്നൊക്കെ പറയും. ഓക്കെ, ഇവിടെ ദൈവത്തിന്റെ ആത്മാവ് അല്ലെങ്കിൽ പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ചതായിട്ട് 104 സങ്കീർത്തനം 30 വാക്യത്തിൽ നമുക്ക് തെളിവ് ലഭിക്കുകയാണ്. ഇനി പ്രപഞ്ച സൃഷ്ടിപ്പിനെ പറ്റി പറഞ്ഞു. പ്രപഞ്ച സൃഷ്ടിപ്പിൽ മാത്രമല്ല, മനുഷ്യവർഗത്തിന്റെ വീണ്ടെടുപ്പിലും പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ആകുന്ന ത്രിയേക ദൈവം പ്രവർത്തിച്ചിരുന്നു. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ്, ശ്രദ്ധയോടെ കേൾക്കണം, ഇന്ററപ്റ്റ് ചെയ്യരുത്. പുത്രൻ നമ്മെ വീണ്ടെടുത്തു, ശരിയാണ്. പിതാവ് നമ്മോടുള്ള സ്നേഹ നിമിത്തം സ്വന്തം പുത്രനെ നമുക്കായി ഏൽപ്പിച്ചു തന്നു. പിതാവിന്റെ സ്നേഹമാണ് അവിടെ. തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്നവന് നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കോണം ലോകത്തെ സ്നേഹിച്ചു. അവിടെ പിതാവിനെ പറ്റിയാണ് പറയുന്നത്. നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുവാൻ ദൈവം അവനെ ഏൽപ്പിച്ചു തന്നു. പുത്രൻ നമ്മോടുള്ള സ്നേഹനിമിത്തം തന്നെത്താൻ അർപ്പിച്ച് നമുക്ക് വേണ്ടി പ്രായശ്ചിത്തയാഗമായി തീർന്നു. ഭൂമിയിലേക്ക് വന്ന് കഷ്ടം സഹിച്ച് പ്രായശ്ചിത്തയാഗമായി തീർന്നുകൊണ്ട് പുത്രൻ നമ്മോടുള്ള സ്നേഹം പ്രകടിപ്പിച്ചു. പരിശുദ്ധാത്മാവ് യേശുവിന്റെ ജനനം തുടങ്ങി ഉയർത്തെഴുന്നേൽപ്പിൽ വരെ പ്രവർത്തിച്ചിരുന്നു. പരിശുദ്ധാത്മാവ് നമ്മെ പുത്രനിൽ വിശ്വസിക്കുമാറാക്കുന്നതിലും സകല സത്യത്തിലും വഴി നടത്തുന്നതിലും ഇന്നും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ, പ്രപഞ്ച സൃഷ്ടിപ്പിൽ ത്രിയേക ദൈവത്തിന്റെ പ്രവൃത്തി കാണുന്നു. മനുഷ്യവർഗത്തിന്റെ വീണ്ടെടുപ്പിൽ ത്രിയേക ദൈവത്തിന്റെ സ്നേഹം വെളിപ്പെടുകയാണ്. പിതാവ് നമ്മെ സ്നേഹിച്ച് തന്റെ പുത്രനെ നമുക്കായി ഏൽപ്പിച്ചു തന്നു. പുത്രൻ നമുക്കായി പ്രായശ്ചിത്തയാഗമായി തീർന്നു. പരിശുദ്ധാത്മാവ് നമുക്ക് വേണ്ടി നമ്മെ പുത്രനിൽ വിശ്വസിക്കുമാറാക്കുകയും സകല സത്യത്തിലും നമ്മെ വഴി നടത്തുകയും ക്രിസ്തുവിന്റെ വരവോളം നമ്മെ അവനായി ഒരുക്കി കാത്തുകൊള്ളുകയും ചെയ്യുന്ന പരിശുദ്ധാത്മാവ് തന്റെ സ്നേഹം. ആ നിലയിൽ മനുഷ്യവർഗത്തിന്റെ വീണ്ടെടുപ്പിൽ ഇനി യേശുക്രിസ്തുവിനെ ഉയർപ്പിച്ചതിലും, അതാണല്ലോ നമ്മുടെ വിഷയം, യേശുക്രിസ്തുവിന്റെ പുനരുത്ഥാനം, പിതാവ് പുത്രനെ ഉയർപ്പിച്ചു. ഫാദർ റൈസ്ഡ് ദ സൺ. വാക്യങ്ങൾ താഴെ ഞാൻ കൊടുക്കുന്ന വാക്യങ്ങൾ നിങ്ങൾ നോട്ട് ചെയ്യുക. ഓരോരുത്തരായിട്ട് ആ വാക്യങ്ങളൊന്ന് വായിച്ച്. അപ്പോസ്തലപ്രവൃത്തി 2:24. ദൈവം മരണപാശങ്ങളെ അഴിച്ചിട്ട് അവനെ ഉയർത്തെഴുന്നേൽപ്പിച്ചു. മരണം അവനെ പിടിച്ചു വെക്കുന്ന അസാധ്യമായിരുന്നു. പിതാവ് മരണപാശങ്ങളെ അഴിച്ചിട്ട് ക്രിസ്തുവിനെ ഉയർപ്പിച്ചു. മരണം അവനെ പിടിച്ചു വെക്കുന്ന അസാധ്യത. 5:30 വേറെ ആൾ വായിച്ച്. മരത്തെ തൂക്കിക്കൊന്ന യേശുവിനെ നമ്മുടെ പിതാക്കന്മാരുടെ ദൈവം ഉയർപ്പിച്ചു. അടുത്ത റോമർ 4:24-25. നമ്മുടെ അതിക്രമങ്ങൾ നമ്മുടെ നീതീകരണത്തിനായി ഉയർപ്പിച്ചുമിരിക്കുന്ന നമ്മുടെ കർത്താവായ യേശുവിനെ മരിച്ചവരിൽ നിന്നും ഉയർപ്പിച്ചവനിൽ വിശ്വസിക്കുന്ന നമുക്കും കണക്കിടാനുള്ളതാകയാൽ തന്നെ. അവിടെയും പറഞ്ഞിരിക്കുന്ന എന്താണ്? പിതാവ് പുത്രനെ ഉയർപ്പിച്ചു. റോമർ 6:4 വായിച്ച്.
അവന്റെ മരണത്തിന് പങ്കാളികളായി തീർന്ന സ്നാനത്താൽ അവനോടുകൂടെ കുഴിച്ചിടപ്പെട്ടു. ക്രിസ്തു മരിച്ചിട്ട പിതാവിന്റെ മഹിമയാൽ ജീവിച്ചെഴുന്നേറ്റതുപോലെ നാമം ജീവന്റെ പുതുക്കത്തിൽ നടക്കേണ്ടതിന് തന്നെ. പിതാവിന്റെ മഹിമയാൽ ജീവിച്ചെഴുന്നേറ്റതുപോലെ. അടുത്ത വാക്യം 1 കൊരിന്ത്യർ 6:14. എന്നാൽ കർത്താവിനെ ഉയർപ്പിച്ചതുപോലെ നമ്മയും തന്റെ ശക്തിയാൽ ഉയർപ്പിക്കും. പിതാവ് പുത്രനെ ഉയർപ്പിച്ചതുപോലെ നമ്മയും തന്റെ ശക്തിയാൽ ഉയർപ്പിക്കും. ഗലാത്യർ 1:1. മനുഷ്യനാലുമല്ല യേശുക്രിസ്തുവിനാലും അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ച പിതാവായ ദൈവത്താലും അത്രേ. ക്രിസ്തുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ച പിതാവായ ദൈവത്താലും അത്രേ. എഫെസർ 1:20. അങ്ങനെ അവൻ ക്രിസ്തുവിലും വ്യാപരിച്ച് അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്നും ഉയർപ്പിക്കുകയും സ്വർഗത്തിൽ തന്റെ വലതുഭാഗത്ത്. പുത്രനെ ഉയർപ്പിച്ചത് ആരാന്നാ പറയുന്നത്? പറയൂ, ആരാണ്? പിതാവാം ദൈവം. അടുത്തത് പുത്രനായ യേശു ക്രിസ്തു തന്നെത്താൻ ഉയർപ്പിച്ചു. വാക്യങ്ങൾ ഓരോരുത്തരൊന്ന് വായിച്ചേ. നിങ്ങൾക്ക് കാണാമെങ്കിൽ വായിച്ചു. യോഹന്നാൻ 10:17-18. എന്റെ ജീവനെ വീണ്ടും പ്രാപിക്കേണ്ടതിന് ഞാൻ അതിനെ കൊടുക്കുന്നത് കൊണ്ട് പിതാവ് എന്നെ സ്നേഹിക്കുന്നു. ആരും അതിനെ എന്നോട് എടുത്തു കളയുന്നില്ല. വായിക്കൂ. യേശു അവരോട് ആരും അതിനെ എന്നോട് എടുത്തു കളയുന്നില്ല, ഞാൻ തന്നെ അതിനെ കൊടുക്കുന്നു. അതിനെ കൊടുപ്പാൻ എനിക്ക് അധികാരമുണ്ട്, വീണ്ടും പ്രാപിപ്പാനും അധികാരമുണ്ട്. ഈ കൽപ്പന എന്റെ പിതാവിങ്കിൽ നിന്ന് എനിക്ക് ലഭിച്ചിരിക്കുന്നു. അതിനെ കൊടുക്കുവാനും വീണ്ടും പ്രാപിപ്പാനും എനിക്ക് അധികാരമുണ്ട്. ഇനി 2:19, യോഹന്നാൻ 2:19. യേശു അവനോട്, ഈ മന്ദിരം പൊളിപ്പീൻ, ഞാൻ 3 ദിവസത്തിനകം അതിനെ പണിയും എന്ന് ഉത്തരം പറഞ്ഞു. ഞാൻ 3 ദിവസത്തിനകം അതിനെ പണിയും. തന്റെ ശരീരമാകുന്ന മന്ദിരത്തെ പറ്റി പറയുക. 11:25. ഞാൻ തന്നെ പുനരുദ്ധാനവും ജീവനും ആകുന്നു, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. അപ്പോൾ പുത്രനായ യേശു ക്രിസ്തു തന്നെത്താൻ ഉയർപ്പിച്ചു എന്നുള്ളതിന് തെളിവായ വാക്യങ്ങൾ. ഇനി പരിശുദ്ധാത്മാവ്, ദ ഹോളി സ്പിരിറ്റ് റേസ്ഡ് ദ സൺ. പരിശുദ്ധാത്മാവ് ഉയർപ്പിച്ചു എന്നുള്ളതിനും വാക്യമുണ്ട്. റോമർ 8:11. യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെങ്കിൽ ക്രിസ്തുവിനെ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ചവൻ നിങ്ങളിൽ വസിക്കുന്ന തന്റെ ആത്മാവിനെ കൊണ്ട് നിങ്ങളുടെ മർത്യ ശരീരങ്ങളെയും ജീവിപ്പിക്കും. ഇഫ് ദ സ്പിരിറ്റ് ഓഫ് ഹിം ഹു റൈസ്ഡ് ജീസസ് ഫ്രം ദ ഡെഡ് dwells in you, he who raised the Christ from the dead will also give life to your mortal bodies through his spirit who dwells in you. അപ്പോൾ പരിശുദ്ധാത്മാവ് ഉയർപ്പിച്ചു എന്നുള്ളതിനും നമുക്ക് വചനത്തിൽ തെളിവുണ്ട്. നാം മനസ്സിലാക്കേണ്ടത് resurrection of Jesus Christ, the triumph of triune God, ത്രിയേക ദൈവത്തിന്റെ വിജയമായിരുന്നു എന്ന് നാം മനസ്സിലാക്കുക. അല്ലെങ്കിൽ യേശുക്രിസ്തുവിന്റെ പുനരുദ്ധാനം ത്രിയേക ദൈവത്തിന്റെ കൂട്ടായ പ്രവൃത്തിയായിരുന്നു. ഞാൻ നിങ്ങളോട് പറഞ്ഞു, പ്രപഞ്ച സൃഷ്ടിപ്പിൽ, വീണ്ടെടുപ്പിൽ, യേശുക്രിസ്തുവിന്റെ പുനരുദ്ധാനത്തിൽ ത്രിയേക ദൈവത്തിന്റെ ആ പ്രസൻസ് അല്ലെങ്കിൽ പ്രവൃത്തി വെളിപ്പെടുന്നു. നെക്സ്റ്റ് പോയിന്റിലേക്ക് പോകാം. ഇത് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തു കഴിഞ്ഞു എന്ന് ഞാൻ ചിന്തിക്കുന്നു. എടുത്തോ? എന്തോ അടുത്ത പോയിന്റിലോട്ട് പോട്ടെ. സാറേ, അപ്പൊ യേശുവിൽ വിശ്വസിക്കാത്തവരെങ്ങനെ ഉയർക്കും? അവനിൽ പരിശുദ്ധാത്മാവില്ലല്ലോ. അവര് ദൈവം മുൻപാകെ നിൽക്കുന്ന ഉടനെ അവരെ പറ്റി പറയുന്നുണ്ട്, മരിച്ചവരാബാലവൃദ്ധം. അവരിപ്പോഴും മരിച്ചവരാ, അവരവിടെ വരുമ്പോഴും മരിച്ചവരാ. അവർ നിത്യന്യായവിധിക്കായിട്ട് അവിടെ വന്ന് നിൽക്കുകയാണ്. മരിച്ചവർ ആബാലവൃദ്ധം. പുനരുദ്ധാന ശരീരം പ്രാപിച്ചല്ലോ അവരവിടെ വരുന്നത്. അവര് മരിച്ചവരാ, അന്നും ഇന്നും മരിച്ചവരാണ്. ഓക്കെ, നമ്മൾക്ക് അതിനെക്കുറിച്ച് കൂടുതൽ പറയേണ്ട കാര്യമില്ല. നമുക്ക് ഏതായാലും പുനരുദ്ധാന ശരീരം ലഭിക്കും. ഉറപ്പുണ്ടോ എനിക്ക്? എന്റെ ആത്മാവില്ലാത്തവൻ എനിക്കൊന്നും എന്തോ ചന്ദ്രപ്രഭ അതാണ് ചോദിച്ചു, ഞാൻ കേട്ടില്ല. എന്റെ ആത്മാവ് അല്ല, ഇപ്പൊ അത് ചോദിച്ചത് എന്റെ മനസ്സിൽ തോന്നിയതാണ്. എന്റെ ആത്മാവില്ലാത്തവൻ എനിക്കുള്ളവനല്ല എന്ന് പറയുന്നില്ലേ? ക്രിസ്തുവിന്റെ ആത്മാവില്ലാത്തവൻ, റോമാലേഖനം 8-ാം അധ്യായം, ക്രിസ്തുവിന്റെ ആത്മാവില്ലാത്തവൻ അവനുള്ളവനല്ല.
ഓക്കെ, നമുക്ക് അടുത്ത ഇതിലേക്ക് പോകാം. അപ്പൊ യേശു ഉയർത്തെഴുന്നേറ്റു. യേശു ക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പിന്റെ പ്രസക്തി എന്താണ്? ദ സിഗ്നിഫിക്കൻസ് ഓഫ് ദ റെസറക്ഷൻ ഓഫ് ജീസസ് ക്രൈസ്റ്റ്. യേശു ക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പിന്റെ പ്രസക്തി. യേശു ഉയർത്തെഴുന്നേറ്റു എന്നൊക്കെ പറയുന്നു, അതിന്റെ പ്രസൻസ്, അതിന്റെ പ്രസക്തി എന്താണ്? അതുകൂടെ നമുക്ക് നോക്കിപ്പോവാം. യഹൂദന്മാർ ക്രൂശിൽ തറച്ചു കൊന്നവനായ യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ച് യേശു തന്റെ പുത്രനാണെന്ന് പിതാവാം ദൈവം അംഗീകരിച്ചതോടുകൂടി പുനരുദ്ധാനം ക്രിസ്തു ആരാണെന്നതിന്റെ മുദ്രയായിട്ട്, ക്രിസ്തു ആരാണെന്നതിന്റെ മുദ്രയായിട്ട് നമുക്ക്, അല്ലെങ്കിൽ തെളിവായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. അതുകൊണ്ടാണ് ക്രിസ്തുവിൽ വിശ്വസിക്കുന്നത് നമുക്ക് അനുഗ്രഹമായിരിക്കുമെന്ന നിശ്ചയം നമുക്ക് ലഭിക്കും. അതുപോലെ പൗലോസ് ഇങ്ങനെ പറയുന്നുണ്ട്, 1 കൊരിന്ത്യർ 15:14 വാക്യം. ആ 15-ാം അധ്യായം എടുത്തു വെച്ചു ആരെങ്കിലും, എന്നിട്ട് വായിക്കണം. 15-14 വാക്യം. ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിട്ടില്ല എങ്കിൽ ഞങ്ങളുടെ പ്രസംഗം വ്യർത്ഥം, നിങ്ങളുടെ വിശ്വാസവും വ്യർത്ഥം. അപ്പൊ ക്രിസ്തു ഉയർത്തെഴുന്നേറ്റത് കൊണ്ട് ഞങ്ങളുടെ പ്രസംഗം വ്യർത്ഥമല്ല, നിങ്ങളുടെ വിശ്വാസവും വ്യർത്ഥമല്ല. ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു. യേശുവിന്റെ ക്രൂശുമരണം നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമായി ദൈവസന്നിധിയിൽ അംഗീകരിക്കപ്പെട്ടു. അതിന്റെ ഉറപ്പ് നമുക്ക് എങ്ങനെയാണ് ലഭിക്കുന്നത്? യേശു ഉയർന്നേറ്റ് ആർക്കും പ്രത്യക്ഷപ്പെടാതെ യേശു അങ്ങ് പിതാവിന്റെ സന്നിധിയിലേക്ക് പോയി. എന്ത് തെളിവാണ് നമുക്ക് അത് അംഗീകരിക്കപ്പെട്ടു എന്നുള്ളതിന്? പരിശുദ്ധാത്മാവൊക്കെ പറയും. ആരെങ്കിലും സാക്ഷികളുണ്ടോ? യേശു പാപമില്ലാത്തവനായിരുന്നത് കൊണ്ട് യേശുവിന്റെ മരണത്തെ തന്നിൽ വിശ്വസിക്കുന്നവരുടെ പാപങ്ങൾക്ക് പകരമായുള്ള മരണമായി കണക്കിടുവാൻ പര്യാപ്തമായിരുന്നു. യേശുവിൽ പാപമുണ്ടായിരുന്നുവെങ്കിൽ അവന്റെ മരണം സ്വന്തം പാപങ്ങൾക്ക് ശിക്ഷയായി തീരുമായിരുന്നു. പാപമില്ലാത്തത് കൊണ്ടാണ് മരണപാശങ്ങൾക്ക് അവനെ പിടിച്ചു വെക്കുവാൻ സാധിക്കാതിരുന്നത്. അപ്പോൾ യേശു പാപമില്ലാത്തവനായിരുന്നത് കൊണ്ട് യേശുവിന്റെ സ്വന്തം പാപങ്ങൾക്ക് വേണ്ടി ശിക്ഷ ഏൽക്കേണ്ടി വരികയില്ലായിരുന്നു. റോമാലേഖനത്തിൽ, എബ്രായ ലേഖനത്തിലും അത് പറയുന്നുണ്ടല്ലോ. പഴയ പുരോഹിതന്മാരെ പറ്റി പറയുമ്പോൾ അവരെ തങ്ങൾക്ക് വേണ്ടി ആദ്യം പാപക്ഷമയ്ക്കായിട്ട് യാഗം അർപ്പിക്കണം, എന്നാൽ ഇവൻ പാപമില്ലാത്തവനാണ്, ഇവന്റെ സ്വന്തം പാപങ്ങൾക്ക് വേണ്ടി യാഗം അർപ്പിക്കേണ്ട. അതുകൊണ്ട് ആ പാപമില്ലാത്ത പവിത്രനായ, നീയല്ലോ ഏക പരിശുദ്ധൻ എന്ന് വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്ന പരിശുദ്ധനായ ഓസിയോസ് ആയിരിക്കുന്ന യേശുവിന്റെ മരണം അത് യേശുവിന്റെ പാപങ്ങൾക്കുള്ള ശിക്ഷയായി തീർന്നില്ല. യേശു പാപമില്ലാത്തവനായിരുന്നത് കൊണ്ട് സ്വന്തം പാപങ്ങൾക്ക് വേണ്ടി യാഗമാകേണ്ടി വന്നില്ല, അല്ലെങ്കിൽ ശിക്ഷ ഏൽക്കേണ്ടി വന്നില്ല. യേശു ഉയർത്തെഴുന്നേറ്റത് കൊണ്ട് അവനിൽ പാപമില്ലായിരുന്നുവെന്നും യേശു ഉയർത്തെഴുന്നേറ്റത് കൊണ്ട് അവനിൽ പാപമില്ലായിരുന്നുവെന്നും യേശുവിന്റെ ക്രൂശുമരണം നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമായി ദൈവസന്നിധിയിൽ അംഗീകരിക്കപ്പെട്ടു എന്ന് നമുക്ക് ഉറപ്പ് ലഭിച്ചു. അവിടുന്ന് ഉയർത്തെഴുന്നേറ്റ് പ്രത്യക്ഷനായതുകൊണ്ട് നമുക്കൊരു ഉറപ്പ് ലഭിച്ചു. എന്തുകൊണ്ടാണ്? അനേകർക്ക് പ്രത്യക്ഷനായി പ്രത്യക്ഷരായവർ അവന്റെ സാക്ഷികളായി. സാക്ഷികൾ എന്ന് പറയാൻ ഉപയോഗിച്ചിരിക്കുന്നത് അവിടെ മാർട്ടൂറിയോൺ എന്നുള്ള പദം, അതാണ് മാർട്ടിയർ എന്ന് ഇംഗ്ലീഷിൽ പറയുന്നത്. മാർട്ടൂറിയോൺ എന്നുള്ള പദം രക്തസാക്ഷി എന്നാണ്. യേശുവിന്റെ സാക്ഷികളായി തീർന്നു. അപ്പോസ്തലന്മാരെല്ലാം സ്വന്തം ജീവനെ കൊടുക്കുവാൻ തയ്യാറായി. ഇന്ന് ലോകത്തിൽ രാഷ്ട്രീയക്കാരെ പലരും രക്തസാക്ഷികൾ, ജീവിക്കുന്ന രക്തസാക്ഷി എന്നും മരിച്ച രക്തസാക്ഷി എന്നൊക്കെ പറഞ്ഞ് പലതുമൊക്കെ എഴുതി വെക്കും. പക്ഷെ അവരാരും ഒരു നിവൃത്തി ഉണ്ടെങ്കിൽ തങ്ങളുടെ ജീവൻ രക്ഷിക്കാനേ ശ്രമിക്കുകയുള്ളായിരുന്നു. എന്നാൽ സ്വയം പ്രായശ്ചിത്തയാഗമായി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്തു. ഞാൻ പറഞ്ഞല്ലോ, ക്രിസ്തുവിനെ പഠിക്കുവാൻ വന്നപ്പോൾ കർത്താവ് പറയുന്നുണ്ട്, ഞാൻ ഇപ്പോൾ ഒന്ന് കൽപ്പിച്ചു കഴിഞ്ഞാൽ എത്ര ലഗ്യോനാണ്? 12 ലഗ്യോനിലധികം ദൂതന്മാർ ഇവിടെ വരും. വിലിഗ്രഹം പറഞ്ഞ കാര്യം ഞാൻ മുമ്പ് പറഞ്ഞതാണ്. 12 ലഗ്യോനിലധികം ദൂതന്മാർ, അതായത് 72,000 ദൂതന്മാർ തങ്ങളുടെ വാൾ ഊരി. ഇപ്പോൾ ഇത് സംഭവിക്കട്ടെ എന്ന് പുത്രൻ പറഞ്ഞ് തടഞ്ഞില്ലായിരുന്നെങ്കിൽ റോമാ ഗവൺമെന്റിന് ഒന്നും ചെയ്യാൻ സാധിക്കില്ലായിരുന്നു. ഒരു ദൂതൻ ഒരു രാത്രി കൊണ്ട് 1,85,000 പേരെ കൊന്ന ചരിത്രം നമ്മൾ ബൈബിളിൽ വായിക്കുന്നുണ്ട്, യെശയ്യാപ്രവാചകന്റെ പുസ്തകത്തിൽ. അപ്പോൾ യേശു പാപമില്ലാത്തവനായിരുന്നത് കൊണ്ട് യേശു പ്രായശ്ചിത്തയാഗമായി തീർന്നു. അവിടുന്ന് ഉയർത്തെഴുന്നേറ്റു. അത് കണ്ട ദൃക്സാക്ഷികൾ, മുമ്പേ നമ്മൾ കണ്ടതുപോലെ അവനെ സ്പർശിച്ചവർ, അവനെ തൊട്ടു നോക്കിയവർ, അവനോടുകൂടെ ഭക്ഷണം കഴിച്ചവർ, ഉയർത്തെഴുന്നേറ്റ യേശുവിനോടുകൂടെ, അവർ അതിന്റെ സാക്ഷികളായത് തങ്ങളുടെ ജീവനെ കൊടുത്തുകൊണ്ടാണ്. തങ്ങളുടെ ജീവനെ കൊടുത്തുകൊണ്ട് അവർ സാക്ഷികളായി. എബ്രായ ലേഖനം
11-ാം അധ്യായത്തിൽ അതിന്റെ 35 മുതലുള്ള വാക്യങ്ങളിൽ ബി പാർട്ട് തൊട്ട് വായിച്ച മറ്റു ചിലർ തങ്ങൾക്ക് ഏറ്റവും നല്ലൊരു ഉയർത്തെഴുന്നേൽപ്പ് ലഭിക്കേണ്ടതിന് ഉദാഹരണം കൈക്കൊള്ളാതെ ഭേദ്യമേറ്റു. എന്നിട്ട് പരിഹാസം, ചമ്മട്ടി, അതെങ്ങനെ കുറെ കാര്യങ്ങൾ, ഉപദ്രവവും കഷ്ടവും സഹിച്ചു എന്നൊക്കെ പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. ആ കഷ്ടങ്ങളെല്ലാം സഹിക്കുവാൻ സന്നദ്ധരായി, പ്രാണനെ കൊടുക്കുവാൻ സന്നദ്ധരായിക്കൊണ്ട് മാർട്ടൂറിയോണായി തീർന്നു, രക്തസാക്ഷികളായി തീർന്നു. കാരണം യേശു ഉയർത്തെഴുന്നേറ്റ് അവർക്ക് പ്രത്യക്ഷരായതാണ്. നിങ്ങളെ ഞാൻ പ്രത്യക്ഷതയുടെ കണക്കൊക്കെ പറഞ്ഞ് നിങ്ങൾക്ക് ലിസ്റ്റിട്ട് തന്ന ഇതൊക്കെ നിങ്ങൾ ഓർക്കാൻ വേണ്ടിയാ. 500-ലധികം ശിഷ്യന്മാർക്ക് ഒരുമിച്ച് പ്രത്യക്ഷനായ കഥയൊക്കെ അവിടെ നമ്മൾ വായിച്ചു. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 15-ാം അധ്യായത്തിന്റെ 55-56 വാക്യങ്ങളൊന്ന് വായിച്ച്. 1 കൊരിന്ത്യർ 15-ന്റെ 55-56. ഹേ മരണമേ നിന്റെ വിജയം എവിടെ? ഹേ മരണമേ നിന്റെ വിഷമുള്ള എവിടെ? മരണത്തിന്റെ വിഷമുള്ള പാപം, പാപത്തിന്റെ ശക്തിയോ ന്യായപ്രമാണം. നോക്കുക, പാപത്തിന്റെ ശക്തി ന്യായപ്രമാണമാണ്. എന്താ പറയുന്നത്? പാപത്തിന്റെ ശക്തി ന്യായപ്രമാണം. ഇവിടെ പറയേ, ഹേ മരണമേ നിന്റെ ജയം എവിടെ? ഹേ മരണമേ നിന്റെ വിഷമുള്ളവിടെ? മരണത്തെ അവിടെ ഒരു മോൺസ്റ്റർ ആയിട്ട്, ഇങ്ങനെ എന്താണ്, ദംഷ്ട്രങ്ങളൊക്കെയുള്ള നീട്ടിയിരിക്കുന്ന ഒരു മോൺസ്റ്റർ ആയിട്ട് ചിത്രീകരിക്കുക. എന്നിട്ട് മരണത്തോട് ചോദിക്കുക, നിന്റെ വിഷമുള്ളവിടെ? പാപത്തിന്റെ ശക്തി ന്യായപ്രമാണമാണ്. എന്താണ് പാപത്തിന്റെ ശക്തി ന്യായപ്രമാണം എന്ന് പറയുന്നത്? ഞാനൊക്കെ പറയാം, ദൈവത്തിന്റെ ന്യായപ്രമാണം പാപത്തിന് അതിന്റെ ശക്തി നൽകുകയാണ്. കാരണം അത് നമ്മുടെ പാപത്തെ വെളിപ്പെടുത്തുകയാണ്. നമ്മുടെ പാപം നിമിത്തം നമ്മെ കുറ്റം വിധിക്കുന്നതാണ്. ന്യായപ്രമാണം നമ്മുടെ പാപങ്ങളെ വെളിപ്പെടുത്തുകയാണ്. പാപം നിമിത്തം നമ്മെ കുറ്റം വിധിക്കുകയാണ്. പാപം നിമിത്തമാണ് മനുഷ്യരാശി മരണത്തിന്റെ അധീശത്വത്തിലായിരിക്കുന്നത്. റോമർ 5:12 മുമ്പേ ഞാൻ പറഞ്ഞതാണ്. അതുകൊണ്ട് ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ കടന്നു. ഇങ്ങനെ എല്ലാവരും പാപം ചെയ്യുകയാൽ മരണം സകല മനുഷ്യരിലും പരന്നിരിക്കുന്നു. സകല മനുഷ്യരിലും മരണം പരന്നിരിക്കുക. റോമലേഖനം 7-ന്റെ 7-ാം വാക്യം ഒന്ന് വായിച്ച. റോമർ 7-ന്റെ 7. ആകയാൽ നാം എന്തു പറയേണ്ടു? ഒരു നാളും അരുത്. എങ്കിലും ന്യായപ്രമാണത്താൽ അല്ലാതെ ഞാൻ പാപത്തെ അറിഞ്ഞില്ല. മോഹിക്കരുത് എന്ന് ന്യായപ്രമാണം പറയാതിരുന്നു എങ്കിൽ ഞാൻ മോഹത്തെ അറിയുകയില്ലായിരുന്നു. നോക്കുക അവിടെ പറയുകയാണ്, പൗലോസ് പറയുകയാണ്, ന്യായപ്രമാണം പാപമെന്നോ. ഇപ്പൊ മുമ്പേ നമ്മൾ പറഞ്ഞതുമായിട്ട് ബന്ധിപ്പിച്ച് ഇതുകൂടെ പറയുമ്പോൾ ഒരു വ്യക്തത വരും. പാപത്തിന്റെ ശക്തി ന്യായപ്രമാണം എന്ന് പറഞ്ഞിരിക്കുന്നതും ഇതുമായിട്ട് ബന്ധിപ്പിക്കുമ്പോൾ ഇത് ശ്രദ്ധയോടെ, ഇത് 2 പാർട്ടും കൂടെ നിങ്ങൾ ശ്രദ്ധിച്ചു പഠിക്കണം. മോഹിക്കരുതെന്ന് ന്യായപ്രമാണം പറയാതിരുന്നെങ്കിൽ ഞാൻ എന്താ പറഞ്ഞിരിക്കുന്നത്? ഞാൻ മോഹത്തെ അറിയുകയില്ലായിരുന്നു. മോഹിക്കില്ലായിരുന്നു എന്നല്ലല്ലോ പറഞ്ഞിരിക്കുന്നതാണോ? അല്ല, മോഹിക്കില്ലായിരുന്നു എന്നല്ല പറഞ്ഞിരിക്കുന്നത്. ഞാൻ മോഹത്തെ അറിയുകയില്ലായിരുന്നു. മോഹത്തെ അറിയുകയില്ലായിരുന്നു എന്ന്. ഒരു വചനഭാവം കൂടെ നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാൻ വേണ്ടിയായിരുന്നു ഞാൻ തിരിഞ്ഞത്. ആ ഫോണം കട്ടി. അപ്പോൾ ന്യായപ്രമാണം പറയാതിരുന്നെങ്കിൽ ഞാൻ മോഹിക്കില്ലായിരുന്നു എന്നല്ല. മോഹിക്കുമ്പോൾ ഞാൻ പാപം ചെയ്യുന്നുവെന്ന് ന്യായപ്രമാണം പറയാതിരുന്നെങ്കിൽ ഞാൻ അറിയില്ലായിരുന്നു എന്നാണ് പൗലോസ് പറയുന്നത്. മോഹിക്കുമ്പോൾ പാപം ചെയ്യുകയാണെന്നുള്ളത് ഞാൻ അറിയില്ലായിരുന്നു. റോമാലേഖനത്തിൽ നമ്മൾ കാണുന്നുണ്ട് 5-ാം അധ്യായത്തിൽ അതിന്റെ 13-14 വാക്യങ്ങൾ ഒന്ന് വായിച്ച. 13-14 വാക്യങ്ങൾ. പാപമോ ന്യായപ്രമാണം വരെ ലോകത്തിൽ ഉണ്ടായിരുന്നു. എന്നാൽ ന്യായപ്രമാണം ഇല്ലാതിരിക്കുമ്പോൾ പാപത്തെ കണക്കിടുന്നില്ല. എങ്കിലും വരുവാനുള്ളവന്റെ പ്രതിരൂപമായ ആദാമിന്റെ ലംഘനത്തിന് തുല്യമായി പാപം ചെയ്യാത്തവരിലും മരണം ആദാം മുതൽ മോശ വരെ വാണിരുന്നു. എന്നാൽ ലംഘനത്തിന്റെ പറഞ്ഞിരിക്കുന്നത് എന്താണ് പറഞ്ഞിരിക്കുന്നത്? ന്യായപ്രമാണം ഇല്ലാതിരുന്നപ്പോൾ പാപമോ ന്യായപ്രമാണം വരെ ലോകത്തിൽ ഉണ്ടായിരുന്നു. അതായത് മോശയ്ക്ക് ന്യായപ്രമാണം കൊടുക്കുന്നതിന് മുമ്പും പാപമുണ്ടായിരുന്നു. ഏദനിൽ മനുഷ്യൻ പാപം ചെയ്തപ്പോൾ ആ ലംഘനം, ദൈവത്തിന്റെ ന്യായപ്രമാണത്തിന്റെ ലംഘനമാണ് അവിടെ നടന്നിരിക്കുന്നത്. അവിടെ മോഹിച്ചു, ലംഘനമാണ് നടന്നിരിക്കുന്നത്. അത് പാപം തന്നെയാണ്. അതാണ് പറഞ്ഞിരിക്കുന്നത്. പാപമോ ന്യായപ്രമാണം വരെ ലോകത്തിൽ ഉണ്ടായിരുന്നു. എന്നാൽ ന്യായപ്രമാണം ഇല്ലാതിരുന്നപ്പോൾ പാപത്തെ കണക്കിടുന്നില്ല എന്ന് പറയുമ്പോൾ, അതങ്ങ് കണക്കിടുന്നില്ലായിരുന്നെങ്കിൽ ആദാം ഇപ്പോഴും ഏദൻ തോട്ടത്തിൽ അമ്മച്ചിയും ആദാമും നമ്മളും എല്ലാം കൂടെ അവിടെ നടന്നേനെ. കണക്കിടുന്നില്ല എന്ന് പറഞ്ഞിരിക്കുന്നത്
സിൻ ഓൺ ദ സെൻസ് ഓഫ് ബ്രേക്കിംഗ് ദ ലോ. ന്യായപ്രമാണത്തിന്റെ ലംഘനമായി കണക്കിടാൻ പറ്റില്ലായിരുന്നു. ന്യായപ്രമാണം തന്നു കഴിഞ്ഞപ്പോഴാണ് ലംഘനമായി കണക്കിടുന്നത്. പറയുന്ന ക്ലിയർ ആവുന്നുണ്ടല്ലോ? ഇവിടെയൊക്കെയാണ് ഞാൻ സ്ലോ പോകാൻ ഉദ്ദേശിക്കുന്നത്. സ്പീഡിൽ പോയി കഴിഞ്ഞാൽ ഇത് പിടികിട്ടാതെ വരും. പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ന്യായപ്രമാണം മോശയ്ക്ക് നൽകുന്നതിന് മുൻപ് പ്രമാണം അവിടെ ഉണ്ട്. പക്ഷേ പ്രമാണത്തിന്റെ ലംഘനമായിട്ടല്ല കണക്കിട്ടിരുന്നത്. പ്രമാണം അവിടെ ഉണ്ട്. അതുകൊണ്ട് പാപത്തെ കണക്കിടുന്നില്ല എന്ന് പറയുന്നത് ന്യായപ്രമാണത്തിന്റെ ലംഘനമായിട്ട് പറയുന്നില്ല എന്നേ ഉള്ളൂ. എന്നിട്ട് പറയുകയാണ്, വരുവാനുള്ളവരുടെ പ്രതിരൂപമായ ആദാമിന്റെ ലംഘനത്തിന് തുല്യമായി പാപം ചെയ്യാത്തവരും എന്ന് പറഞ്ഞാൽ ന്യായപ്രമാണം ലംഘിക്കാത്തവരും. അവർ പാപം ചെയ്തില്ലെന്നല്ല, ആദാം പാപം ചെയ്തില്ലെന്നല്ല പറഞ്ഞിരിക്കുന്നത്. ആദാമിന്റെ മക്കൾ പാപം ചെയ്തില്ലെന്നല്ല പറഞ്ഞിരിക്കുന്നത്. കായൻ പാപം ചെയ്തില്ലെന്നല്ല, ഇവരാരും പാപം ചെയ്തില്ലെന്നല്ല പറഞ്ഞിരിക്കുന്നത്. ആദാമിന്റെ ലംഘനത്തിന് തുല്യമായി ന്യായപ്രമാണ ലംഘനം നടത്താത്തവരിലും മരണം ആദാം മുതൽ മോശ വരെ വാണിരുന്നു. ക്ലിയർ ആയല്ലോ ആ ഭാഗം? ഒരു 4 പേരോട് തംസപ്പെടുവോ എന്തെങ്കിലും കൈപൊക്കി കാണിക്കുകയോ ചെയ്താൽ ഞാൻ മുന്നോട്ടങ്ങ് പോവാം. ക്ലിയർ ആയി? അപ്പം ആ സെൻസിൽ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. മോഹിക്കരുതെന്ന ന്യായപ്രമാണം പറയാതിരുന്നെങ്കിൽ ഞാൻ മോഹത്തെ അറിയുകയില്ലായിരുന്നു. ന്യായപ്രമാണം പറയാതിരുന്നെങ്കിൽ ഞാൻ മോഹിക്കില്ലായിരുന്നെന്നല്ല. അപ്പച്ചൻ ആദാം അങ്ങനെ മോഹിക്കാഞ്ഞിട്ടല്ലല്ലോ പാപം ചെയ്തത്. പക്ഷേ ആ ന്യായപ്രമാണത്തിന്റെ ലംഘനമായിട്ട് കണക്കിടില്ലായിരുന്നു. വരുവാനുള്ള പ്രതിരൂപമായിരുന്ന, അതായത് ക്രിസ്തുവിന്റെ പ്രതിരൂപമായി സൃഷ്ടിക്കപ്പെട്ടിരുന്ന ആദാമിന്റെ ലംഘനത്തിന് തുല്യമായി പാപം ചെയ്യാത്തവരിലും, അതായത് ന്യായപ്രമാണത്തിന്റെ ലംഘനം ചെയ്യാത്തവരിലും മരണം ആദാം മുതൽ ന്യായപ്രമാണം വരെ, മോശ വരെ എന്ന് പറഞ്ഞിരിക്കുന്നത് ന്യായപ്രമാണം വരെ വാണിരുന്നു. ക്ലിയർ ആയോ? ക്ലിയർ ആയി സർ. അപ്പം ഞാൻ പാപം ചെയ്യുന്നുവെന്ന് ന്യായപ്രമാണം പറയാതിരുന്നില്ലെങ്കിൽ ഞാൻ പാപത്തെ അറിയില്ലായിരുന്നു. ഞാൻ മോഹിക്കുകയാണ് ഞാൻ ചെയ്യുന്നത്. വല്ലവന്റെ കയ്യിലിരുന്ന് ഇരിക്കുന്ന എനിക്ക് വേണമെന്ന് ഞാൻ മോഹിക്കുക. പക്ഷെ ന്യായപ്രമാണം മോഹിക്കരുതെന്ന് പറഞ്ഞില്ലെങ്കിൽ ഇത് പാപമാണെന്നുള്ള ബോധം എനിക്കുണ്ടാകില്ലായിരുന്നു. മറ്റൊരു കാര്യം റോമാലേഖനം 2-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, മനസാക്ഷിയുടെ പ്രമാണം. അവിടേക്ക് ഞാൻ പോകുന്നില്ല, ഇപ്പൊ പോയ ഇവിടെ ഒന്നും നിൽക്കത്തില്ല. അപ്പം ന്യായപ്രമാണം പിന്നെ എന്താ ചെയ്യുന്നത്? ന്യായപ്രമാണം വന്നു കഴിഞ്ഞതോടുകൂടി പാപം വെളിപ്പെടുത്തുകയും നമ്മെ കുറ്റം വിധിക്കുകയും ചെയ്യുകയാണ്. അതുകൊണ്ടാണ് ന്യായപ്രമാണം വന്നു കഴിഞ്ഞപ്പോൾ പാപം വെളിപ്പെടുത്തുകയും നമ്മെ കുറ്റം വിധിക്കുകയും ചെയ്യുകയാണ്. അതുകൊണ്ടാണ് പറയുന്നത് പാപത്തിന്റെ ശക്തിയോ ന്യായപ്രമാണം. നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്? പിശാച് നമ്മളെ ഓരോന്നും ചെയ്യാൻ പ്രലോഭിപ്പിച്ചുകൊണ്ടിരിക്കുക. പ്രലോഭിച്ചിട്ട് തിന്നോ എന്ന് പറയുമ്പോൾ തന്നെ അപ്പുറത്ത് പോയിട്ട് അവന്റെ പരിപാടി എന്താണ്? വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിൽ നോക്കിയാൽ പറയും അവന്റെ പണി എന്താന്നുള്ളത്. ഇവിടെ നമ്മളോട് തിന്നോ, മോഹിച്ചോ, പിടിച്ചോ, കടിച്ചോ ഇതെല്ലാം പറഞ്ഞിട്ട് അവിടെ ചെന്നിട്ട് എന്തോ പുള്ളി പറയുന്നത് എന്താണ്? വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിൽ, അയ്യോ നിങ്ങൾ അത് കാണാതെ പറയുന്നത് ഞാൻ ചിന്തിച്ചല്ലോ. നമ്മുടെ 12-ന്റെ 10-ാം വാക്യത്തിൽ സെക്കൻഡ് പാർട്ട്, നമ്മുടെ സഹോദരന്മാരെ രാപ്പകൽ ദൈവസന്നിധിയിൽ കുറ്റം ചുമത്തുന്ന അപവാദിയെ തള്ളിയിട്ട് കളഞ്ഞല്ലോ. ഇപ്പൊ പുള്ളിക്ക് അവിടുത്തെ ഒരൊറ്റ ഡ്യൂട്ടിയേ ഉള്ളൂ. എന്താണ്? രാപ്പകൽ കുറ്റം ചുമത്തുകയാണ്. അതുകൊണ്ടാണ് നമുക്ക് അവിടെ ഒരു അഡ്വക്കേറ്റ് പ്രത്യേകം ഓർഡർ ചെയ്യുക. നല്ല ഏറ്റവും ഏബിൾ ആയിട്ടുള്ള ഒരു അഡ്വക്കേറ്റും അവിടെ ഉണ്ട്. ഇവൻ രാപ്പകൽ കുറ്റം ചുമത്തുകയാണ്. പക്ഷെ നമുക്കൊരു ഉറപ്പുണ്ട്. എന്താ? അഡ്വക്കേറ്റ് ഉണ്ട്. നമുക്കൊരു അഡ്വക്കേറ്റ് ഉണ്ട്. യോഹന്നാൻ 2-ാം അധ്യായം 1-ാം വാക്യത്തിൽ പറയുന്നുണ്ട്. ആ അഡ്വക്കേറ്റ് ആരാണ്? പിതാവിന്റെ സന്നിധിയിൽ നമ്മുടെ കർത്താവ് യേശു ക്രിസ്തു, നമ്മുടെ പാരാക്ലേറ്റയായിട്ട് അവിടെ ഇരിപ്പുണ്ട്. മടങ്ങി വരാം. അപ്പൊ ന്യായപ്രമാണത്താൽ പാപത്തിന്റെ പരിജ്ഞാനമാണ് വരുന്നത്. റോമാലേഖനം 3:20 പറയുന്നു, ന്യായപ്രമാണത്താൽ പാപത്തിന്റെ പരിജ്ഞാനം അത്രേ വരുന്നത്. നോട്ട് ചെയ്തല്ലോ? 3:20 നോട്ട് ചെയ്തു. അപ്പൊ ഇനി പറയാം, മരണത്തിന്റെ വിഷമുള്ള പാപത്തിന്റെ ശക്തിയോ ന്യായപ്രമാണം എന്ന് പറയുന്നത് ഇപ്പൊ ക്ലിയർ ആയെന്ന് ചിന്തിക്കുന്നു. വിവരങ്ങളെ ക്ലിയർ ആയോ? ആർക്കെങ്കിലും ക്ലിയർ ആകാത്ത ഉണ്ടോ ചോദിക്കുക. സാറ് റോമർക്ക് എഴുതിയ ലേഖനം 13-ാം അധ്യായം 14-ാം വാക്യം അങ്ങനെ പറയുന്നുണ്ടല്ലോ, മോഹം ജനിക്കുമാറ് ജഡത്തിനായി ചിന്തിക്കരുതെന്നാണ്. ഞാൻ ഈ പറഞ്ഞു വരുന്നതുമായിട്ട് ബന്ധപ്പെടുത്തി പറയുകയാണ്. മോഹം ജനിക്കുമാറ് ജഡത്തിനായി ചിന്തിക്കരുത്. അതെ, അവിടെ നമ്മൾ ഈ പറഞ്ഞു വരുന്നത് എന്താണ്? ന്യായപ്രമാണത്താൽ എന്താ പറയുന്നത്? പാപത്തിന്റെ ശക്തിയോ ന്യായപ്രമാണം എന്ന് പറഞ്ഞത് ഞാൻ ക്ലിയർ ആക്കിയായിരുന്നു. ഓക്കെ, ഇവിടേക്ക് മടങ്ങി വരാം. അദ്ദേഹം പറഞ്ഞത് ഒരർത്ഥത്തിൽ വേറൊരു കാര്യമാണ്. ഓക്കെ, അതങ്ങ് വിടാം. ഓക്കെ, അപ്പൊ 3:20 ന്യായപ്രമാണത്താൽ പാപത്തിന്റെ പരിജ്ഞാനം നമുക്കുണ്ടാകുന്നു. പരിജ്ഞാനം ഉണ്ടാകുമ്പോൾ
ഇത് പാപമാണെന്ന് കുറ്റം വിധിച്ചുകൊണ്ടിരിക്കുക. ന്യായപ്രമാണത്തെ പൂർണ്ണമായി അനുസരിച്ചവനായിരുന്നത് കൊണ്ട് കർത്താവ് പറയുന്നുണ്ടല്ലോ, ഞാൻ ന്യായപ്രമാണത്തെ നീക്കുവാനല്ല നിവർത്തിക്കുവാനാ വന്നത്. ന്യായപ്രമാണം സംബന്ധിച്ച് പരീക്ഷൻ എല്ലാ ന്യായപ്രമാണ കർമ്മങ്ങളും നിവർത്തിച്ച പൗലോസുണ്ട്. പക്ഷെ പൗലോസിന് ഹൃദയതലത്തിൽ പകയും മറ്റ് വൈരാഗ്യവും മറ്റ് പലതും ഉണ്ടായിരുന്നു. എന്നാൽ ഹൃദയതലത്തിൽ ജഡത്തിലും ആത്മാവിലും എല്ലാം പൂർണ്ണമായി ന്യായപ്രമാണം അനുസരിച്ച ഒരുവനെ ഉണ്ടായിരുന്നുള്ളൂ, ന്യായപ്രമാണത്തെ നിവർത്തിച്ചവനായ യേശു. യേശുവിൽ അതുകൊണ്ട് പാപമുണ്ടായിരുന്നില്ല. യേശുവിൽ പാപമില്ലാതിരുന്നത് കൊണ്ട് മരണത്തിന്റെ വിഷമുള്ളുകൾക്ക് അവനെ തൊടുവാൻ സാധിച്ചില്ല. യേശുവിൽ പാപമില്ലാതിരുന്നത് കൊണ്ട് മരണത്തിന്റെ വിഷമുള്ളുകൾക്ക് യേശുവിനെ തൊടുവാൻ സാധിച്ചില്ല. അതുകൊണ്ടാണ് മരണത്തിന് യേശുവിനെ പിടിച്ചു വെക്കുന്നത് അസാധ്യമായിരുന്നുവെന്ന് അപ്പോസ്തലപ്രവൃത്തി 2:24 പറയുന്നുണ്ട്. പ്രവൃത്തിയുടെ പുസ്തകം 2:24 പറയുന്നുണ്ട്, മരണത്തിന് അവനെ പിടിച്ചു വെക്കുന്നത് അസാധ്യം. എന്ത് പറഞ്ഞാ പിടിച്ചു വെക്കേണ്ടത്? അവനിൽ പാപമില്ല. പാപമില്ലാത്തതുകൊണ്ട് മരണത്തിന്റെ ശക്തിയോ ന്യായപ്രമാണം. പാപമുണ്ടെങ്കിൽ അത് പറഞ്ഞുകൊണ്ട് പുള്ളിക്ക് അവകാശം പറയാം. 16-ാം സങ്കീർത്തനത്തിൽ 10-ാം വാക്യം ഒന്ന് വായിച്ചു. 16-10 സങ്കീർത്തനമാ, പെട്ടെന്ന് എടുക്കണം. നീ എന്റെ പ്രാണനെ പാതാളത്തിൽ വിടുകയില്ല, നിന്റെ പരിശുദ്ധനെ ദ്രവത്വം കാണുവാൻ സമ്മതിക്കുകയില്ല. നോക്കുക, ഇത് ആരെ പറ്റിയാ പറയുന്നത്? ദാവീദിനെ പറ്റിയാണോ? അല്ല, യേശുക്രിസ്തു. യെസ്, ദാവീദിന്റെ ശരീരമൊക്കെ ദ്രവത്വം പ്രാപിച്ചു കഴിഞ്ഞു. നീ എന്റെ പ്രാണനെ പാതാളത്തിൽ വിടുകയില്ല, നിന്റെ പരിശുദ്ധനെ ദ്രവത്വം കാണുവാൻ അനുവദിക്കുകയുമില്ല, കാണുവാൻ സമ്മതിക്കുകയുമില്ല എന്നുള്ള പ്രവചനം അത് ദാവീദിനോടുള്ള വാഗ്ദത്തമല്ല. അത് ദൈവപുത്രനായ യേശുക്രിസ്തുവിനെ കുറിച്ച് അരുളി ചെയ്തിട്ടുള്ള ആ പ്രവചനമാണ്. അത് പത്രോസ് പറയുന്നുണ്ട്. പ്രവർത്തികൾ 2:27-28 വാക്യങ്ങളിൽ പത്രോസ് അത് പറയുന്നുണ്ട്. പ്രവർത്തികൾ 2:27-28 നിന്റെ പരിശുദ്ധനെ ദ്രവത്വം കാണുവാൻ അനുവദിക്കുകയില്ല, സമ്മതിക്കില്ല എന്നുള്ളത്. അതുപോലെ തന്നെ 13-ാം അധ്യായത്തിൽ പ്രവർത്തികൾ 13:35 മുതൽ 37 വരെയുള്ള വാക്യങ്ങളിൽ പൗലോസ് അത് പറയുന്നുണ്ട്. പ്രവർത്തികൾ 13:35 മുതൽ 37 വരെയുള്ള വാക്യങ്ങളിൽ. അപ്പോൾ അവിടുന്ന് പരിശുദ്ധനായിരുന്നത് കൊണ്ട് ദ്രവത്വം ഉണ്ടായില്ല. യേശുവിന്റെ ഉയർപ്പ് നമുക്ക് വളരെ പ്രാധാന്യമുള്ള ഒരു വിഷയമാണ്. നമ്മുടെ നീതീകരണം, നമ്മുടെ വീണ്ടും ജനനം, നമുക്ക് ലഭിക്കാനുള്ള പുനരുദ്ധാനം, ഇവയ്ക്കെല്ലാം യേശുവിന്റെ ഉയർത്തെഴുന്നേൽപ്പ് ഉറപ്പ് നൽകുകയാണ്. ഒന്ന്, യേശുവിന്റെ ഉയർത്തെഴുന്നേൽപ്പ് നമ്മുടെ നീതീകരണം ഉറപ്പാക്കുന്നു, അല്ലെങ്കിൽ ഉറപ്പ് നൽകുന്നു. ദ റെസറക്ഷൻ ഓഫ് ജീസസ് ക്രൈസ്റ്റ് എൻഷുവേഴ്സ് ഓർ ഗ്യാരണ്ടീസ് അവർ ജസ്റ്റിഫിക്കേഷൻ. ഇതിൽ ഏത് വാക്ക് ഉപയോഗിക്കണം എന്നുള്ളത് എനിക്കൊരു ഇപ്പോഴും ഒരു കൺഫ്യൂഷൻ. അതുകൊണ്ടാണ് ഞാൻ 2 വാക്കുകൂടെ, ഇൻഷുറൻസ് എന്ന് വേണോ ഗ്യാരണ്ടീസ് വേണോ, ഉറപ്പാക്കുന്നെന്ന് വേണോ ഉറപ്പ് നൽകുന്നു എന്ന് വേണോ എന്നുള്ളത് അത് നിങ്ങൾ തീരുമാനിച്ചു. യേശുക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പ് നമ്മുടെ നീതീകരണം ഉറപ്പാക്കുന്നു. ഒന്നാമത്തെ പോയിന്റ് നിങ്ങൾ ശ്രദ്ധിക്കണം. യേശുക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പിന്റെ പ്രസക്തി ഇത് പറയാനാണ് വന്നത്. റോമർ 4:24. ഇന്നൊരു 10 മിനിറ്റോടെ മുന്നോട്ട് പോകും, ഈ ടോപ്പിക് തീർക്കണം. റോമർ 4:24. നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മരണത്തിന് ഏൽപ്പിച്ചും നമ്മുടെ നീതീകരണത്തിനായി ഉയർപ്പിച്ചുവിരിക്കുന്ന നമ്മുടെ കർത്താവായ യേശുവിനെ മരിച്ചവരിൽ നിന്നും ഉയർപ്പിച്ചവരിൽ വിശ്വസിക്കുന്ന നമുക്കും കണക്കിടാനുള്ളവർ ആകയാൽ തന്നെ. നമ്മുടെ നീതീകരണത്തിനായി ഉയർപ്പിച്ചുമിരിക്കുന്ന നമ്മുടെ കർത്താവായ യേശു, ദൈവപുത്രനായ യേശു ക്രിസ്തു നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മരണത്തിന് ഏൽപ്പിക്കപ്പെട്ടു. പ്രായശ്ചിത്തമാകുവാൻ തന്നെത്താൻ മരണത്തിന് ഏൽപ്പിച്ചു. ആ മരണം നമ്മുടെ പാപങ്ങളെ പോക്കി നമ്മെ നീതീകരിക്കുവാൻ ഉതകിയിരിക്കുന്നുവെന്ന് ക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പാണ് നമുക്ക് ഉറപ്പ് നൽകുന്നത്. ഞാൻ മുമ്പേ പറഞ്ഞല്ലോ, ഉയർത്തെഴുന്നേറ്റ് അവിടുന്ന് പ്രത്യക്ഷനായില്ലായിരുന്നെങ്കിൽ നമ്മളെങ്ങനെ അറിയുന്നു? നമ്മളെങ്ങനെ അറിയുന്നു? ദൈവസന്നിധിയിൽ അവൻ പാപമില്ലാത്തവനായിരുന്നു, അവനിൽ പാപമില്ലായിരുന്നു. പിതാവ് അവന്റെ മരണത്തെ നമ്മുടെ പാപങ്ങൾക്ക് പകരമായി കണക്കിട്ടു എന്നുള്ളതിന്റെ ഉറപ്പാണ് യേശു ഉയർത്തെഴുന്നേറ്റത്. ക്ലിയർ ആയോ? നമ്മുടെ നീതീകരണം ഉറപ്പാക്കുന്നത് യേശു ഉയർത്തെഴുന്നേറ്റു. ദൈവപുത്രനായ ക്രിസ്തു നമ്മുടെ അതിക്രമങ്ങൾക്ക് പ്രായശ്ചിത്തമാകുവാൻ തന്നെത്താൻ മരണത്തിന് ഏൽപ്പിച്ചു. നമ്മുടെ പാപങ്ങളെ പോക്കി നമ്മെ നീതീകരിക്കുവാൻ യേശുവിന്റെ മരണം ഉതകിയിരിക്കുന്നുവെന്ന് ക്രിസ്തുവിന്റെ ഉയർപ്പ് നമുക്ക് ഉറപ്പ് നൽകുകയാണ്. ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു, അനേക സാക്ഷികൾക്ക് വെളിപ്പെട്ടു. ആ സാക്ഷികൾ നമ്മളോട് അറിയിക്കുന്നത് ലേഖനങ്ങളിൽ നമ്മൾ വായിക്കുന്നു. അങ്ങനെ അവർ നമ്മോട് അറിയിച്ചില്ലായിരുന്നുവെങ്കിൽ, സാക്ഷികൾ നമ്മളോട് പറഞ്ഞില്ലായിരുന്നെങ്കിൽ
ഞങ്ങൾ ആ ഉയർത്തെഴുന്നേറ്റവനായ യേശുവിനെ കണ്ടു എന്ന് അവർ പറഞ്ഞില്ലായിരുന്നെങ്കിൽ നമ്മുടെ പാപങ്ങളെ പോക്കുവാനും നമ്മെ നീതീകരിക്കുവാനും യേശുവിന്റെ മരണം പര്യാപ്തമായിരിക്കുന്നു എന്ന് നാം അറിയില്ലായിരുന്നു. അത് സംബന്ധിച്ചാണ് നമ്മുടെ നീതീകരണത്തിനായി ഉയർപ്പിച്ചുമിരിക്കുന്ന നമ്മുടെ കർത്താവായ യേശു എന്ന് പറയുന്നത്. 2, യേശുക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പ് നമ്മുടെ വീണ്ടും ജനനം ഉറപ്പാക്കുന്നു, അല്ലെങ്കിൽ ഉറപ്പ് നൽകുന്നു. The resurrection of Jesus Christ ensures or guarantees our rebirth. 1 പത്രോസ് 1:3 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ പെട്ടെന്ന് വായിച്ചു. 1 പത്രോസ് 1:3 മുതൽ 5 വരെ. ഇങ്ങനെയല്ലോ പണ്ട് പിതാവായ ദൈവത്തിന് സ്തോത്രം. അവൻ മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള യേശുക്രിസ്തുവിന്റെ പുനരുദ്ധാനത്താൽ തന്റെ കരുണാധിക്യ പ്രകാരം നമ്മെ ജീവനുള്ള പ്രത്യാശയ്ക്കായി അന്ത്യകാലത്ത് വെളിപ്പെടുവാൻ ഒരുങ്ങിയിരിക്കുന്ന രക്ഷയ്ക്ക് വിശ്വാസത്താൽ ദൈവശക്തിയിൽ കാക്കപ്പെടുന്ന നിങ്ങൾക്ക് വേണ്ടി സ്വർഗത്തെ സൂക്ഷിച്ചിരിക്കുന്നതും ക്ഷയം, മാലിന്യം, വാട്ടം എന്നിവ ഇല്ലാത്തതുമായ അവകാശത്തിനായി തന്നെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു. പിതാവായ ദൈവത്തിന് സ്തോത്രം ചെയ്തിട്ട് പറയുകയാണ്, അവൻ മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള യേശുക്രിസ്തുവിന്റെ പുനരുദ്ധാനത്താൽ നമ്മെ ജീവനുള്ള പ്രത്യാശയ്ക്കായി വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു. ക്ഷയം, മാലിന്യം, വാട്ടം എന്നിവ ഇല്ലാത്തതുമായ അവകാശത്തിനായി തന്നെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു. യേശുക്രിസ്തുവിന്റെ പുനരുദ്ധാനത്താൽ നമ്മെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു. 1 കൊരിന്ത്യർ 15:17. ക്രിസ്തു ഉയർത്തിട്ടില്ല എങ്കിൽ നിങ്ങളുടെ വിശ്വാസം വ്യർത്ഥമത്രേ, നിങ്ങൾ ഇന്നും നിങ്ങളുടെ പാപങ്ങളിൽ ഇരിക്കുന്നു. അപ്പൊ നമ്മുടെ വിശ്വാസം വ്യർത്ഥമല്ല, നമുക്കൊരു വീണ്ടും ജന്മം ഉണ്ടായിരിക്കുന്നു എന്നുള്ളതിന്റെ ഉറപ്പ് യേശുക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പാണ്. 3-ാമത്തെ പോയിന്റ്, യേശുക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പ് നമുക്ക് ലഭിക്കുവാനുള്ള പുനരുദ്ധാന ശരീരം ഉറപ്പാക്കുന്നു. The resurrection of Jesus Christ ensures or guarantees that we will receive a resurrection body. നമുക്കും അതുപോലെ ഒരു പുനരുദ്ധാന ശരീരം ഉണ്ടാകുമെന്ന് ഉറപ്പ് നൽകുന്നു. മുമ്പ് നമ്മൾ വായിച്ചത് ആദ്യ ഫലം ക്രിസ്തു, പിന്നെ ക്രിസ്തുവിനുള്ളവർ അവന്റെ വരവെങ്കിൽ. 1 കൊരിന്ത്യർ 6:14 ഇങ്ങനെ പറയുന്നു. 1 കൊരിന്ത്യർ 6:14 ഇതൂടെ പറഞ്ഞ് ഞാൻ ഇന്നത്തെ ക്ലാസ് കൺക്ലൂഡ് ചെയ്യാം. 1 കൊരിന്ത്യർ 6:14. ദൈവം കർത്താവിനെ ഉയർപ്പിച്ചതുപോലെ തന്റെ ശക്തിയാൽ ഉയർപ്പിക്കും. കർത്താവിനെ ഉയർപ്പിച്ചതുപോലെ നമ്മയും തന്റെ ശക്തിയാൽ ഉയർപ്പിക്കും. കർത്താവിനെ ഉയർപ്പിച്ചതിന് സാക്ഷികൾ അനേകരാണ്. ആ കർത്താവിനെ ഉയർപ്പിച്ചതുപോലെ നമ്മയും തന്റെ ശക്തിയാൽ ഉയർപ്പിക്കും. 2 കൊരിന്ത്യർ 4:14. 2 കൊരിന്ത്യർ 4:14. കർത്താവായ യേശുവിനെ ഉയർപ്പിച്ചവൻ ഞങ്ങളെയും യേശുവോട് കൂടെ ഉയർപ്പിച്ചു, നിങ്ങളോടുകൂടെ തിരുസന്നിധിയിൽ നിർത്തും എന്ന് ഞങ്ങൾ അറിയുന്നു. 2 കൊരിന്ത്യർ 4:14. അപ്പോൾ യേശുക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പ്, യേശു ഉയർത്തെഴുന്നേറ്റതുപോലെ വിശിഷ്ടമായ ശരീരത്തോടെ നമുക്കും ഉയർത്തെഴുന്നേൽപ്പ് ഉണ്ടാകും. അത് സംബന്ധിച്ച് മുമ്പ് നമ്മൾ വിവരിച്ചതാണ്. അദ്രവത്വമുള്ള, തേജസ്സുള്ള, ശക്തിയുള്ള, വിശേഷത ഏറെയുള്ള ആത്മീക ശരീരം നമുക്ക് ലഭിക്കുമെന്ന് ഉറപ്പ് നൽകുകയാണ്. നമുക്ക് ഒരു ടോപ്പിക് ഇവിടെ ഉള്ളത് യേശുവിന്റെ സ്വർഗാരോഹണവും സ്വർഗാരോഹണത്തിന്റെ പ്രസക്തിയാണ്. ദൈവം വെച്ചാൽ അടുത്ത ചൊവ്വാഴ്ച ആ ടോപ്പിക്കും കൂടെ എടുത്ത്, പിന്നെ ഒലിവുമല പ്രഭാഷണത്തിൽ ഒരു ടോപ്പിക്ക് നമ്മുടെ ഒരു സഹോദരൻ തന്നെ എന്നോട് ചൂണ്ടിക്കാണിച്ച ഒരു കാര്യം, വളരെ പരിശുദ്ധാത്മാവ് അദ്ദേഹത്തിന് വെളിപ്പെടുത്തി കൊടുത്ത ചില കാര്യങ്ങൾ, അതുകൂടെ നിങ്ങൾക്ക് പ്രസ്താവിച്ച് അടുത്ത ക്ലാസ്സിൽ നമുക്ക് ദൈവം വെച്ചാൽ കൺക്ലൂഡ് ചെയ്ത് പിന്നെ റിവിഷൻ എടുക്കാം. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. റീജ ബിജു പ്രാർത്ഥിച്ചാട്ടെ, ഗോവ പ്രാർത്ഥിച്ചാട്ടെ. സ്വർഗീയ നല്ല പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല നിമിഷത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവെ, ഈ രാത്രിയിൽ കർത്താവിന്റെ തിരുസന്നതിയിൽ ആയിരുന്ന കർത്താവിന്റെ ജീവനുള്ള ദൈവത്തെ കുറിച്ച് പഠിപ്പാൻ, ആഴമായി മനസ്സിലാക്കുവാൻ ദൈവം തന്ന വൻ കൃപയെ ഓർത്തും അവസരത്തെ ഓർത്തും ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവെ, ഞങ്ങളെ പഠിപ്പിക്കുന്ന സാറിനെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, പൂർണ്ണമായും കർത്താവിന്റെ ദേവദാസനെ കർത്താവെ വീണ്ടും ശക്തിയോടെ ബലപ്പെടുത്തണമേ. അടുത്ത ക്ലാസ്സിൽ കർത്താവെ അനേകം ആഴമേറിയ സത്യങ്ങൾ കർത്താവെ ഞങ്ങളായിരിക്കുന്ന കർത്താവെ, ഞങ്ങളുടെ കർത്താവെ ഈ ഗ്രൂപ്പിലുള്ള എല്ലാവരെയും കർത്താവെ കൂടുതൽ കർത്താവെ ആഴമേ മനസ്സിലാക്കുവാനായി ഞങ്ങളെ ശക്തീകരിക്കണമേ. കർത്താവിന്റെ കൃപ ഞങ്ങളോടൊപ്പം ഉണ്ടായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവകരങ്ങളിലേക്ക് ഞങ്ങളെ തന്നെ ഏൽപ്പിക്കുന്നു. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ആമേൻ. കർത്താവ്